ഫസ്റ്റ് ടൈമാണ് ഞാൻ ഷാഫി ഇൻസ്പയറിൽ വരുന്നത്. ഓക്കെ, ഇന്നലെ പറഞ്ഞിരുന്നു പുതിയ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ ഞാനും വളരെ എക്സൈറ്റഡ് ആണെന്നുള്ളത്. ഓക്കെ, എല്ലാവരും വർക്കിംഗ് ആണോ? അല്ല അല്ല അല്ല, ജോലിക്ക് വർക്ക് ചെയ്യുന്ന ആളുകളാണോ? ഇല്ല, ജോലിക്ക് പോകാറില്ല. ഗവൺമെന്റ് എംപ്ലോയീസ് എല്ലാ ടൈപ്പ് ആൾക്കാരുണ്ട് അല്ലേ? എല്ലാ ജോബ് ചെയ്യുന്നവരുണ്ട്. ഓക്കെ, എന്തായാലും ഏത് ജോലിയിലുള്ളവരായാലും വീട്ടമ്മമാരായാലും എങ്ങനെയായാലും നമുക്ക് നമ്മുടെ ലൈഫ് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് അല്ലേ? എല്ലാവർക്കും ആവശ്യമായിട്ട് ഘടകം എന്താണ്? ആരോ സംസാരിച്ചല്ലോ അല്ലേ? അത് സാധാരണ വീട്ടമ്മമാർക്കായാലും അതുപോലെ ജോബ് ചെയ്യുന്നവർക്കായാലും ഗവൺമെന്റ് എംപ്ലോയീസ് ആയാലും എല്ലാവർക്കും വിജയം എന്ന് പറയുന്ന ഒരു സംഭവം ആവശ്യമാണ് അല്ലേ? വിജയം എന്ന് പറയുമ്പോൾ, സക്സസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ കണ്ണിൽ എന്തായിരിക്കും? നിങ്ങളുടേതായ ഒരു ഡെഫിനിഷൻ പറഞ്ഞാൽ മതി, തെറ്റിയാലും കുഴപ്പമില്ല. സക്സസ് എന്ന് പറയുന്നത് ജോലിക്ക് പോവുക, പൈസ കണ്ടെത്തുക, പൈസ ഉപയോഗിച്ച് ജീവിതം എൻജോയ് ചെയ്യുക. ഓക്കെ, അപ്പൊ പൈസ ഉണ്ടാക്കുക, ജീവിതം എൻജോയ് ചെയ്യുക എന്നുള്ളത് സഹീർ പറഞ്ഞു. സഹീർ താങ്ക് യു. ഇനി വേറെ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഡെഫിനിഷൻസ് ഉണ്ടോ? പലർക്കും പല കാഴ്ചപ്പാടാണല്ലോ. ഇല്ല, ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. എതിരഭിപ്രായം ആർക്കില്ല. മാഡം മണി ഫ്രീഡം, പിന്നെ ഹാപ്പിനെസ്. ഓക്കെ, ഹാപ്പിനെസ്. ഹാപ്പിനെസ്, സമാധാനം, സന്തോഷം, ഇതാണ് ഒരു വിജയം, വിജയം. ജീവിതത്തിൽ തടസ്സങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നത്. ജീവിതത്തിൽ ഒരു തടസ്സങ്ങളും ഇല്ലാതെ പോവുക, ഹാപ്പിനെസ് ആയിട്ട് ഇരിക്കുക അല്ലെ? ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും നമുക്ക് ഹാപ്പിനെസ് കിട്ടണം അല്ലേ? നമ്മൾ തന്നെ പറയാറുണ്ട്, കുട്ടികൾ ബഹളം ഉണ്ടാക്കിയാൽ, ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് പ്രശ്നം ഉണ്ടായാലും, നമ്മുടെ ജോലി സ്ഥലത്ത് ഒരു പ്രശ്നം ഉണ്ടായാലും നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, ഒരു സമാധാനം ഇല്ല എന്ന് പറയാറുണ്ട് അല്ലേ? അപ്പൊ എല്ലാ ഏരിയയിലും നമുക്ക് സമാധാനം വേണം, സന്തോഷം വേണം. പലർക്കും ഈ സക്സസ് എന്ന് പറയുന്നത് പലരുടെയും കണ്ണിൽ പല രീതിയിലുള്ള ഡെഫിനിഷനാണ്. ചിലർക്ക് ഒരു നല്ല ജോബ് കിട്ടിയാൽ അവര് സക്സസ് ആയി എന്നാണ് അവർ വിചാരം. ചില ആൾക്കാര് ഈ പറഞ്ഞ പോലെ മണി ഫ്രീഡം അല്ലേ? ഓരോ കാര്യങ്ങളിലാണ് പലർക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള ഓരോ കാഴ്ചപ്പാടാണ്. ഇനി ഇതൊക്കെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മൾ സക്സസ് ആവുന്നത് നമ്മൾ സ്വയം വിചാരിക്കണം അല്ലേ? ഈ ജോലിയിലേക്ക് എത്താനും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് കൊണ്ടുപോകാനൊക്കെ ആര് വിചാരിക്കണം? പെട്ടെന്ന് ഒരാൾ വന്ന് കയറിയിട്ട് ഇന്നാ കുറച്ച് സക്സസ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ആരെങ്കിലും കൊണ്ടുതരുമോ? ഇല്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രയത്നിച്ചേ പറ്റൂ അല്ലേ? നമുക്ക് ആരും അതിന് വേണ്ടിയിട്ട് കൊണ്ടുതരില്ല. അത് ചില മനുഷ്യരെന്ന് പറഞ്ഞാൽ അറിയാലോ, സോഷ്യലായിട്ട് ഇടപെട്ടൊക്കെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവിടെ നമുക്ക് ആളുകളുടെ ഹെൽപ്പ് കിട്ടുമെങ്കിലും നമ്മുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ തന്നെ മുന്നിട്ട് ഇറങ്ങിയാലേ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ കുറെ സ്റ്റെപ്പുകൾ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. എപ്പോഴും നിങ്ങൾ കേട്ടു പോകുന്ന കാര്യങ്ങളായിരിക്കാം, പക്ഷേ അത് നമ്മൾ ആ ഒരു ഓർഡറിൽ ചെയ്തു പോകുമ്പോൾ മാത്രമേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത് സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ശരിക്കും അതിനൊരു ഈ പറഞ്ഞ പോലെ ഒരു നല്ലൊരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുക, ടൈം മാനേജ് ചെയ്യുക, അങ്ങനെ പറഞ്ഞിട്ട് കുറേ സ്റ്റെപ്പുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. പലപ്പോഴും ഈ ക്ലാസ്സുകളൊക്കെ നമ്മൾ കേട്ടു പോകുന്നുണ്ട് എങ്കിലും ഇതൊക്കെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ നമ്മൾ പലപ്പോഴും മടി കാണിക്കുന്നുണ്ട്. അതായത് മടി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും, സമയമുണ്ട്, സൗകര്യമുണ്ട്, എല്ലാം ഉണ്ടായിരുന്നിട്ട് നമുക്ക് ചെയ്യാനൊരു സുഖം തോന്നാത്തൊരവസ്ഥ അല്ലേ? അപ്പോൾ
നമ്മൾ ആസ്വാദനത്തിന്റെ പിറകെ പോകും. റീൽസ് ഒക്കെ കണ്ട് അങ്ങനെ കുറെ സമയം അങ്ങനെ സ്പെൻഡ് ചെയ്ത് അങ്ങനെയൊക്കെ അങ്ങ് പോകും. ഇപ്പൊ ഇതില് വന്നിരിക്കുന്നവരാരും അങ്ങനെയുള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ഉള്ളവരാണെങ്കിൽ ഒരിക്കലും ഈ മോർണിംഗിൽ ഈ ഒരു പ്രഭാത സമയം നിങ്ങൾ വന്നിരുന്ന് ഇത് ചെയ്ത് മെഡിറ്റേഷൻസ് ചെയ്ത് ഒരിക്കലും ഇങ്ങനെ മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും സക്സസിനെ ഇഷ്ടപ്പെടുന്നവരാണ്. നിങ്ങൾക്കൊരു ഡെയിലി റൊട്ടീൻ ഉണ്ട്, നല്ലൊരു ഹാബിറ്റ് ഉണ്ട് അല്ലെ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്ലാസ്സിനൊന്നും വന്നിരിക്കില്ല. ക്ലാസ്സിൽ പങ്കെടുക്കാത്ത എത്രയോ ആൾക്കാരുണ്ട്. എന്തിനാ ഇതൊക്കെയെന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷെ അതിൽ നിന്നത് വ്യത്യസ്തമാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മാഡം ഈ പറഞ്ഞ കാര്യത്തിൽ സംതൃപ്തി സന്തോഷം കിട്ടാത്തത് കൊണ്ട് അതിനകത്തേക്ക് വരുന്നത്. അതാരും കാണായിട്ടൊന്നല്ല, അതിന്റെ സന്തോഷം സമാധാനം കിട്ടണ്ടേ, അതിന്റെ അകത്ത് കൊണ്ട് അതിനകത്തേക്ക് പ്രശ്നങ്ങൾ. സംതൃപ്തിയും അതെ അതെ സംതൃപ്തിയും സമാധാനവും സക്സസും ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇതിലേക്ക് വരുന്നത് അല്ലേ? സന്തോഷവും സമാധാനവും അതെ, അത് കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. സമാധാനമുള്ള ഒരു ജീവിതം. അതെ, അപ്പൊ ഈ സമാധാനമുള്ള ഒരു ജീവിതം ആഗ്രഹിച്ചത് കൊണ്ടാണല്ലോ ഈ രാവിലെ എഴുന്നേറ്റിരുന്ന് മെഡിറ്റേഷൻസ്. ഈ സമയത്തൊക്കെ പൊതച്ചുകൂടി കിടന്നുറങ്ങുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവരെക്കാളും വ്യത്യസ്തമാണ് നിങ്ങൾ. ഓക്കെ, അതിൽ ഞാൻ ആദ്യം നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ഓരോരുത്തരെയും. അതിൽ നിന്ന് നിങ്ങൾ വ്യത്യസ്തരാണ്. കാരണം ഈ സമയം, ഈ മോർണിംഗ് ഒരു മിറാക്കിൾ ടൈമാണ്. ഒരു ദിവസത്തിന്റെ ഏറ്റവും മിറാക്കിൾ ടൈം എന്ന് പറയുന്നത് ഈ മോർണിംഗ് ആണ്. ഈ മോർണിംഗിൽ വന്നിരുന്ന് കിടന്നുറങ്ങാണ്ട് എല്ലാവരും, അതും വീഡിയോ ഓൺ ചെയ്താണ് പലരും ഇരിക്കുന്നത്. ബുക്കുണ്ട്, പെന്നുണ്ട് അല്ലേ? നിങ്ങളുടേതായ ഒരു സ്പേസിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ അതിന് ഫസ്റ്റ് നിങ്ങൾ നിങ്ങളെ സ്വയം അപ്രീസിയേഷൻ കൊടുക്കുക. നിങ്ങളെ സ്വയം നിങ്ങളെ തോളിൽ തട്ടി നിങ്ങൾ അഭിനന്ദിക്കുക. ഓക്കെ. അപ്പൊ നമ്മള് സക്സസ് എന്ന് പറയുന്നത് പലർക്കും പല രീതിയിലുള്ള ഡെഫിനേഷൻ ആണ് കൊടുക്കുന്നത് അല്ലെ? നല്ലൊരു ജോലി കിട്ടുക. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എല്ലാ രീതിയിലും സന്തോഷത്തോടെയാണ് ജീവിതം. പണമുണ്ട്, പിന്നെ നല്ല വാഹനമുണ്ട്, നല്ലൊരു കുടുംബജീവിതം ഉണ്ട് എന്ന് കരുതിയിട്ട് ലൈഫ് മൊത്തത്തിൽ അങ്ങ് സന്തോഷത്തിലായി പോയാൽ പിന്നെ ആ ജീവിതം കൊണ്ട് വല്ല അർത്ഥമുണ്ടോ? വെറുതെ ഇങ്ങനെ കഴിക്കുന്ന അങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഏറ്റവും കൂടുതൽ സന്തോഷവാന്മാരായിട്ടുള്ള ജനങ്ങൾ ജീവിക്കുന്നത് ഫിൻലാൻഡിലാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ മരണസംഖ്യ, അതായത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നിരക്കും ആ രാജ്യത്താണ്. എന്തുകൊണ്ടാണ്? അവിടുത്തെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നല്ല വാഹനങ്ങളുണ്ട്, ജോലിയുണ്ട്, വീടുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഉള്ള ആൾക്കാർ ജീവിക്കുന്നത് ഫിൻലാൻഡിലാണെന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ തന്നെ ആൾക്കാർ ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിന്റെയും ലഹരിയുടെയൊക്കെ അടിമകളായിട്ട് അവിടുത്തെ തലമുറ കൂടുതലും ആത്മഹത്യയിലേക്ക് പോവുകയാണ്. അപ്പൊ അവിടുത്തെ സർക്കാർ ഈ ഒരു കാര്യം കൊണ്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. അവരിപ്പോ അതിനു വേണ്ടിയിട്ട് അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള പല മാർഗങ്ങളും സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഇതാണ് പറയുന്നത്, ഹാപ്പിനെസ് ക്യാൻ ബി ബോറിങ്. നമ്മൾ എല്ലാ സുഖത്തിലും അങ്ങ് ജീവിച്ചു പോയാൽ നമുക്ക് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇല്ലേ? അപ്പൊ നമുക്ക് വരുന്ന ഈ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ സത്യം പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളാണ് അല്ലേ? അതുകൊണ്ടാണല്ലോ സന്തോഷവും സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ മോർണിംഗിൽ എഴുന്നേറ്റിരിക്കാൻ തയ്യാറായി, ആ നല്ലൊരു മോർണിംഗിൽ പ്രാർത്ഥിക്കുക. അതുപോലെ നിങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യാ, മെഡിറ്റേഷൻ ചെയ്യുക. ഇതുപോലെ ഒരു ടൈമിൽ വന്നിരുന്നിട്ട് ക്ലാസ്സുകൾ കേൾക്കുക അല്ലെ? കുറെ നോളജ് ഉണ്ടാക്കുക. അപ്പൊ ഇതൊക്കെ തന്നെ നമ്മൾ വ്യത്യസ്തരാണെന്ന് തെളിയിക്കുന്നതിന്റെ, നമ്മൾ സക്സസിലേക്ക് പോകുന്നു എന്ന് തെളിയിക്കുന്നതിന്റെ അടയാളങ്ങളാണ് ഇതൊക്കെ തന്നെ. അപ്പൊ അവിടെ തന്നെ നിങ്ങൾക്ക് എഴുതി വെക്കാം, ഞാൻ മോർണിംഗിൽ എഴുന്നേറ്റു, ഇന്നത്തെ പ്രഭാതം ഞാൻ വളരെയധികം നല്ല രീതിയിൽ ഉപയോഗിച്ചു. ഓക്കെ, ഗുഡ് മോർണിംഗ് നിഷ. അപ്പൊ അങ്ങനെ എഴുതി വെച്ചിട്ട് സ്വയം അപ്രീസിയേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഇതൊന്നും എല്ലാവർക്കും കഴിയുന്ന കാര്യമൊന്നും അല്ല കേട്ടോ. ഈ ടൈമിലൊക്കെ കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇനി നമുക്ക് സക്സസ് ലൈഫിലേക്ക് പോകാൻ കുറച്ച് സ്റ്റെപ്പുകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമുക്കൊരു ക്ലിയർ ഗോൾ വേണം. എല്ലാവരും ഇപ്പൊ ഇതിനകത്ത് തന്നെ പലർക്കും ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം. ഈ ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എന്തുകൊണ്ടാണ് പലപ്പോഴും ഇത് നമുക്ക് ഫോളോ ചെയ്ത് പോകാൻ കഴിയാത്തത്? എന്തുകൊണ്ടൊക്കെ ആയിരിക്കാം? ഈ പറഞ്ഞ പോലെ മടി,
പിന്നെ നമുക്ക് പലപ്പോഴും നമ്മൾ സ്ട്രെസ് ആയി പോകുന്നു അല്ലെ, നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാതെ വരുമ്പോൾ മൈൻഡ് ചെറുതായിട്ടൊന്ന് സ്ട്രെസ്സിലേക്ക് പോകുന്നു. ചില ആൾക്കാർക്ക് ചെറിയൊരു തലവേദന വരുമ്പോൾ തന്നെ മൂഡ് ഫുള്ളായിട്ട് മാറും അല്ലേ, മൂഡ് കംപ്ലീറ്റ് പോകും. പിന്നെ അന്നത്തെ ദിവസം അവരൊന്നും ചെയ്യില്ല. അപ്പൊ ഈ അസുഖങ്ങളൊക്കെ വരാതിരിക്കുക, അതൊക്കെ എന്ത് ഇത് ചെയ്താലും ഒരു ക്ലിയർ ഗോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ വരുന്ന തടസ്സങ്ങളെ നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. കാരണം നമുക്കൊരു ക്ലിയർ വിഷൻ ഉണ്ട് അല്ലെ, ക്ലിയർ ഗോൾ ഉണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് പോകണം എന്നുള്ള ഒരു ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, പലപ്പോഴും നമ്മുടെ മുന്നിൽ വരുന്ന തടസ്സങ്ങളെ നമ്മൾ മറികടക്കും. ഞാനൊക്കെ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് ഒരു 7 വർഷത്തോളമായി. അപ്പൊ ഈ 7 വർഷത്തിന് മുന്നേ ഞാൻ സാധാരണ ഒരു വീട്ടമ്മ മാത്രമായിരുന്നു. എപ്പോ വിജയിക്കണമെന്ന് എനിക്ക് തോന്നിയോ ആ സമയത്താണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. അപ്പൊ ഇതിനു മുന്നേ ചുമ്മാ ചെറിയ കാര്യങ്ങൾ വിഷമിക്കുക, വലിയ ചെറിയ കാര്യങ്ങൾ എടുത്ത് തലയിൽ വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഡിപ്രസ് ആവുക, പിന്നെ എന്നെ പറ്റിയാണോ അവർ പറയുന്നത് എന്ന് ചിന്തിക്കുക, അവരെന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞിട്ട് നോ പറയാണ്ട് എല്ലാം അങ്ങ് ചെയ്തു കൊടുക്കുക, അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയത്. പക്ഷെ ഇപ്പോ ഇതൊന്നും ഞാൻ കാണുന്നില്ല. ഈ എന്നെപ്പറ്റി വിചാരിക്കും എന്ന് പറയുന്ന ആൾക്കാരെ കുറിച്ചൊന്നും എനിക്കൊരു ചിന്തയുമില്ല. എന്തുകൊണ്ടാണ്? ഈ വിജയിക്കണം എന്നുള്ള ഒരു ഇത്. വിജയിക്കണം എന്ന് ഞാൻ ചിന്തിക്കുമ്പോഴും അവിടെ കുറെ ആൾക്കാരെ കൂടി വിജയിപ്പിക്കണം, അതായത് കുറെ ആൾക്കാരെ എംപവർ ചെയ്യിപ്പിക്കണം, കുറെ ആൾക്കാരെ അവരുടെ ലൈഫിൽ ട്രാൻസ്ഫോം ഉണ്ടാക്കിയെടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഫലമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്. നിങ്ങൾക്കറിയാലോ, ഷാഫി ഇൻസ്പയർ എന്നൊക്കെ പറയുമ്പോൾ അത്ര ചെറിയ സംഭവമൊന്നും അല്ലാന്ന് നിങ്ങൾക്കറിയാം അല്ലേ. അദ്ദേഹം ചെറുതിൽ തുടങ്ങി വലിയ ഒരു വടവൃക്ഷമായി വളർന്നിങ്ങനെ നിൽക്കുകയാണ് അല്ലേ. നമ്മളെ പോലെയുള്ള ഒരുപാട് പേർക്ക് ക്ലാസ്സുകൾ തരുന്നു, സമാധാനം തരുന്നു, അവരുടെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് മെഡിറ്റേഷൻ തരുന്നു. ആ മെഡിറ്റേഷൻ ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലാണ് അല്ലെ, ഒരു ഗുഡ് ഫീൽ നമുക്ക് ഉണ്ടാവും. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് എടുക്കാൻ വരിക, അദ്ദേഹത്തിന്റെ ആ പ്ലാറ്റ്ഫോമിലേക്ക് ഒരു ക്ലാസ് എടുക്കാൻ വരിക എന്നുള്ളത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വലിയ ഭാഗ്യമായിട്ട് കാണണം. അപ്പൊ എന്റെ ഇന്നത്തെ ഈ ഒരു മോർണിംഗ് എനിക്ക് വല്ലാത്തൊരു സ്പെഷ്യലാണ്. കാരണം കുറെ ആൾക്കാർക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നു, കുറെ ആൾക്കാരെ കാണുന്നു അല്ലെ, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കേൾക്കുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എന്റെ ആ ഗോളിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നെത്തിയിരിക്കുന്നത്. ഓക്കെ, അസ്മ ഷാഫി ഇൻസ്പയർ, താങ്ക് യു, തംസ് അപ്പ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഗോള് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗോളല്ല, ആ ഗോളിലേക്ക് എത്തിച്ചേരാനുള്ള നമ്മുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, എല്ലാ സംഭവങ്ങളും നമ്മൾ എഴുതി വെക്കുക. അതിന്റെ ഓപ്പർച്യൂണിറ്റീസ്, അതിന് സോട്ട് അനാലിസിസ് എന്ന് പറയും. അത് വേറൊരു ടോപ്പിക്കാണ്, ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ്. എങ്കിലും ഈ ഗോള് സെറ്റ് ചെയ്യുന്നത് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യുന്നതല്ല. സത്യത്തിൽ നമുക്ക് ചില ആൾക്കാർക്ക് ഗോൾ എന്താണെന്ന് അറിയില്ല. അപ്പൊ ഗോള് കണ്ടുപിടിക്കണം, അതിനുശേഷം എന്ത് ചെയ്യണം, നമുക്ക് ആ ഗോളിൽ അതിൽ ചെയ്യാം. ഇപ്പൊ ഞാനൊരു ഡോക്ടർ ആവണമെന്നാണെങ്കിൽ ബ്ലഡ് കണ്ടാൽ തല ഇറങ്ങി മൂക്കും കുത്തി താഴെ വീഴുന്ന എനിക്ക് ഡോക്ടർ ആവാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം, അതിനുള്ള സ്ട്രെങ്ത് എനിക്ക് വേണം. അല്ല, എനിക്കൊരു ടീച്ചർ ആവാനാണെങ്കിൽ ഇപ്പൊ ഈ സംസാരിക്കുന്ന എനിക്ക് എന്തായാലും ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്തായാലും ടീച്ചർക്ക് വേണം. ഇപ്പൊ ടീച്ചർ ആവാൻ ചിലപ്പോൾ കഴിയും അല്ലേ. അപ്പൊ ഞാൻ ടീച്ചർ ആവണം എന്ന് എഴുതി വെക്കുകയാണ്. അപ്പൊ എനിക്ക് എന്തൊക്കെ സ്ട്രെങ്തുകളുണ്ട്, എനിക്ക് എന്തൊക്കെ വീക്ക്നെസ് ഉണ്ട്, ആ വീക്ക്നെസ്സിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം. ഇനി അടുത്ത് അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുക. അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങൾ. പിന്നെ ത്രെഡ്സ്, അത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. ഈ പറയുന്ന കൊറോണ പോലുള്ള സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടും. അപ്പൊ അങ്ങനെ നഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റും. അപ്പൊ അവിടെയും നമുക്ക് ഈ ത്രെഡ്സ് വരുന്ന സമയത്ത് അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വേണം. അപ്പൊ ഈ ഗോള്, ഫസ്റ്റ് വേണ്ടത് ഗോള്. പിന്നെ ഈ ഗോള് പലപ്പോഴും ഫ്ലോപ്പായി പോകുന്നതിന്റെ ഒരു പ്രധാന കാരണം അടുത്ത പോയിന്റ് പറയുമ്പോൾ മനസ്സിലാവും, ടൈം മാനേജ്മെന്റ്. ടൈം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ 24 മണിക്കൂറിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലേ. ഇപ്പൊ തന്നെ ഈ ക്ലാസ്സിന് വരുന്നതിന് മുന്നേ ഞാൻ ഫുഡിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചു, ചായ കുടിച്ചു. അതിനുശേഷം വന്നിട്ട് കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്തു. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിന്റെ ഒരു സംഭവം കൊടുക്കാനുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു. ഇന്നലെ ഒരെണ്ണം കൊടുത്തു, ഇന്ന് അതിന്റെ സെക്കൻഡ് പാർട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കുറച്ച് നോട്ട്സ് സെർച്ച് ചെയ്തു, അതിന് വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് അതിലേക്ക് പേസ്റ്റ് ചെയ്തു. അപ്പൊ ഇത്രയും സംഭവങ്ങൾ എനിക്കിവിടെ ചെയ്യാൻ പറ്റി. പക്ഷെ എന്റെ ലാപ്പിൽ എന്തോ അപ്ഡേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, വാട്സപ്പും എല്ലാം അപ്ഡേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ ഇനി അത് അപ്ഡേറ്റ് ചെയ്തെടുക്കുമ്പോൾ എനിക്ക് ടൈം എടുക്കും.
അപ്പൊ അത്രയും സമയം നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും, നമ്മുടെ സമയം വേസ്റ്റ് ആയിപ്പോവും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് മൊബൈലിലേക്ക് അങ്ങ് ജോയിൻ ചെയ്തു. അപ്പൊ അതാണ് ടൈം മാനേജ്. ഈ സമയത്തിനകത്ത് ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി. ഇനി ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിലോ കുറെ കാര്യങ്ങൾ എനിക്ക് വീണ്ടും പെൻഡിങ് ആവും. ഇനി നമ്മൾ ബസ്സിൽ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ള ഒരാളാണ്, എന്തെങ്കിലും പോഡ്കാസ്റ്റ് കേൾക്കാം, ഇപ്പൊ ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് പോഡ്കാസ്റ്റ് കേൾക്കാം. ഞാനൊക്കെ ഡോക്ടറൊക്കെ കാണാൻ പോകുന്ന സമയത്ത് കൂടുതൽ ആദ്യമൊക്കെ നമ്പർ നമുക്ക് ഒരുപാട് താമസിച്ചാണ് നമ്മൾ വിളിക്കുന്നെങ്കിൽ, ഇപ്പൊ 100ാമത്തെ നമ്പറൊക്കെ കിട്ടുന്നെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു ഇറിറ്റേറ്റഡ് ആവും. ഓ കാത്തിരിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട്, എന്നിട്ട് വായി നോക്കി നടന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒന്ന് റീൽസ് ഒക്കെ കണ്ട് അങ്ങനെയൊക്കെ സമയങ്ങൾ. ഇപ്പൊ അങ്ങനെയല്ല, പോയിരുന്നാല് ഒരു ഡയറി കയ്യിൽ ബാഗിനകത്ത് എപ്പോഴും കാണും. അതുപോലെ ഫോണിൽ ഒരു ഹെഡ്സെറ്റും സംഭവങ്ങളൊക്കെ കാണും, പെന്നും കാണും. അവിടെ ഏതെങ്കിലും ഒരു കോണിൽ പോയിരുന്നിട്ട് ഇത് ചെവിയിൽ വെച്ച് ഇങ്ങനെ എഴുതിയെടുത്തോണ്ടിരിക്കും, എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇങ്ങനെ ഈ കേൾക്കുന്ന സാധനങ്ങൾ ആവർത്തിച്ച് റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ ഒന്ന് പറയാൻ ശ്രമിക്കും. അപ്പൊ കാണുന്ന ആൾക്കാർക്ക് ഈ കുട്ടി എന്തോ പഠിക്കുകയാണ് എന്നുള്ള ആ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നമ്മളെ കുറിച്ചൊരു മതിപ്പുണ്ടാവും. നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കാം, എന്നാലും ആ സമൂഹത്തിൽ നമ്മളെ കുറിച്ചൊരു മതിപ്പുണ്ടാവും അല്ലേ. അപ്പൊ അതൊക്കെയാണ് ആ ടൈം മാനേജ്മെന്റിൽ വരുന്ന ഓരോ നിമിഷവും നമുക്ക് പാഴാക്കാനില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. പിന്നെ നമ്മൾ ടൈം മാനേജ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്ന ഒരു സംഭവം ടു ഡു ലിസ്റ്റ് തയ്യാറാക്കും അല്ലെ. ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ തലേ ദിവസം അതങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ തലേ ദിവസം എഴുതി വെക്കുന്ന സംഭവം. യെസ്, സുബൈദ പറയുന്നുണ്ട് യെസ്, വിജീഷ് പറയുന്നുണ്ട് യെസ്. ഓക്കെ, ഉമൈബാൻ ഉണ്ട്. ഓക്കെ, ഗുഡ്. അപ്പോ നിങ്ങൾ ഈ ചെയ്യുന്ന ഒരു സമയബന്ധിതമായ എന്താണ് ഷരീജാണോ? യെസ്, ഓക്കെ. എന്തായാലും ഞാൻ ആദ്യം തന്നെ അപ്രീസിയേഷൻ തരുന്നു. ഇത് ടൈം മാനേജ് ചെയ്യാനുള്ള നിങ്ങളുടെ ആ ഒരു ഗുഡ് എഫേർട്ട്. ഓക്കെ, അപ്പൊ അതായത് ഇവിടെ നമ്മൾ ഈ ടൈം മാനേജ് ചെയ്യുന്ന ഈ ടു ഡു ലിസ്റ്റ് എഴുതി വെക്കുമ്പോൾ സമയബന്ധിതമായി നിങ്ങൾക്ക് എല്ലാം ചെയ്തു തീർക്കാൻ കഴിയുന്നുണ്ടോ? അതിന്റെ കൂടി ആൻസർ ഒന്ന് പറയൂ. എല്ലാം എഴുതി വെക്കുന്ന എല്ലാ കാര്യങ്ങളും യെസ്. അനിത യെസ് എന്ന് പറഞ്ഞു. ഓക്കെ, ബാക്കിയുള്ളവർ ഉണ്ട്. ഓക്കെ, അടുത്ത ആള് കറക്റ്റ് ഈ എഴുതി വെക്കുന്ന എല്ലാ കാര്യങ്ങളും പിറ്റേന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നോ. നിസ നോ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഒരാൾ തലയാട്ടുന്നുണ്ട്. അനിത ഇല്ലാന്ന് തലയാട്ടുന്നുണ്ട്. ഇല്ലാന്നാണോ? ഓൾമോസ്റ്റ്, കുറച്ചൊക്കെ, മിക്കവാറും. ഓക്കെ, അപ്പൊ ഇത് ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോ നിങ്ങൾ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടോ? എനിക്ക് അയ്യോ ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തില്ലല്ലോ എന്നുള്ളൊരു സ്ട്രെസ് ഉണ്ടാവുന്നുണ്ടോ? ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോ തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കാറാണ് പതിവ്. ഓക്കെ, യെസ്. അതായത് നിസ അബ്ദുൽ ഖാദർ പറയാണ് യെസ് എന്ന്. അതായത് സ്ട്രെസ് വരുന്നുണ്ട് എന്നാണോ ഈ സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോ? യെസ്. ഓക്കെ, അതിന് ഫസ്റ്റ് വേണ്ടത് എന്താന്ന് വെച്ചാൽ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുകയല്ല വേണ്ടത്. ചെയ്യുന്നവർ ഓക്കെ, കറക്റ്റ് അത് ചെയ്തു പോകുന്നവർ ഓക്കെ, ഈ ഒരു മേഖലയിലേക്ക് വരണം. പക്ഷേ ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മളെ ഡാർക്ക് ഡ്രോപ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ബാക്കി നാളെയും ബാക്കി നാളെയും ചെയ്യാമല്ലോ. ഓക്കെ, അങ്ങനെ വിചാരിച്ചിട്ട് സമാധാനിക്കുന്ന ആളാണ് ഉമൈബാൻ. അപ്പൊ ഉമൈബാൻ സ്ട്രെസ് അടിച്ചിരിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് അല്ല. ഗുഡ്. ഓക്കെ, അതാണ് വേണ്ടത്. നാളെയും ചെയ്യാമല്ലോ എന്നുള്ളത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നാളെ എന്നൊരു ദിവസം നമുക്കില്ല. ഇന്ന് നമ്മൾ രാത്രി ഉറങ്ങി രാവിലെ എഴുന്നേറ്റാൽ മാത്രമേ നാളെ എന്നൊരു ദിവസം നമുക്കുള്ളൂ. അപ്പൊ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് ചെയ്യാന്നുള്ളതാണ്. അപ്പോ നാളത്തെ കാര്യം നാളെ, എന്നാലും ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി വെക്കണം. നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് ചെയ്യാന്നുള്ളതാണ്. ഇവിടെ നമുക്ക് എന്താണ് ഈ ഡാർക്ക് ഡ്രോപ്സ് എന്ന് പറയുന്ന സാധനം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ വീട്ടിൽ ഒരു വലിയ ടാങ്ക് ഉണ്ടെങ്കിൽ ആ ടാങ്കിൽ എവിടെയോ ചോർച്ചുണ്ട്. ഞാൻ ടാങ്കിൽ വെള്ളം അടിച്ചു, നിറയുന്നുണ്ട്. പക്ഷെ നിറഞ്ഞ് 2 ദിവസം വരെ എനിക്ക് ആ ടാങ്കിലെ വെള്ളം ഉപയോഗിക്കാം. പക്ഷെ ഒരു അര ദിവസം ആകുമ്പോൾ അത് തീർന്നു പോകുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ടാങ്ക് ശരിക്കും ഒന്ന് വാച്ച് ചെയ്യാണ്, ക്ലിയർ ആയിട്ടൊന്ന് വാച്ച് ചെയ്യാണ്. പക്ഷെ സംഗതി എവിടെയാണ് ലീക്ക് എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല.
ടാങ്കിൽ ലീക്ക് ഒന്നുമില്ല, പക്ഷെ അര ദിവസം ആ വെള്ളം നിൽക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ കിച്ചണിലേക്ക് വന്നു. കിച്ചണിൽ വന്നപ്പോൾ കിച്ചണിൽ നിന്ന് രണ്ട് തുള്ളി വീതം പോകുന്നുണ്ട്. അത് പോയെന്ന് വിചാരിച്ചിട്ട് എന്തായാലും ടാങ്ക് അര ദിവസം കൊണ്ടൊന്നും ഇതാവൂല. അപ്പൊ എന്ത് ചെയ്തു, ഞാൻ പോയിട്ട് നോക്കിയപ്പോ ബാത്റൂമിന്റെ ഫ്ലഷിന്റെ ഭാഗത്തുനിന്ന് കുറച്ച് പോകുന്നുണ്ട്. പിന്നെ എവിടെയോ ചെറിയൊരു പൈപ്പിന്റെ ഒരു സൈഡ് ഒന്ന് ഒരു ചെറിയൊരു ഹോള് വീണിട്ട് ഇങ്ങനെ സ്പ്രേ പോലെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം 3 സ്ഥലത്ത് ലീക്കായി. ഈ 3 സ്ഥലത്തെ ലീക്കുകൾ ഒരുമിച്ചായപ്പോ എത്ര വെള്ളം കളയുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇല്ലേ, എത്ര വെള്ളം കളയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ അര ദിവസം നിൽക്കുന്നത്. ഫുള്ള് ടാങ്കിൽ പക്ഷേ ഹോളും ഇല്ല. അതായത് ഈ ടാങ്ക് എന്ന് പറയുന്ന സംഭവം നമുക്ക് 24 hours ആണ്. ഈ ഡാർക്ക് ഡ്രോപ്സ്, അതായത് ഈ വെള്ളം കളഞ്ഞുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ഇല്ലാതാക്കി കളയുന്ന നിമിഷങ്ങൾ. പല സ്ഥലങ്ങളിലായിരിക്കും നമുക്കത് പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഉറക്കം എഴുന്നേറ്റ് വന്നിട്ട് ഒരു 5 മിനിറ്റ് കൂടെ കിടക്കാം എന്ന് പറഞ്ഞിട്ട് അലാം യൂസ് ചെയ്യുന്നു, കിടക്കുന്നു. അവിടെ കുറച്ച് സമയം പോകുന്നു, അവിടെ കുറച്ച് ഡാർക്ക് ഡ്രോപ്സ് വരുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, പോയിട്ട് കിച്ചണിൽ പോയിട്ട് ഇന്ന് എന്താ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് കുറച്ച് വട്ടം കറങ്ങുന്നു. പിന്നെ അതെടുത്ത് ഇപ്പുറത്ത് വയ്ക്കുന്നു, അപ്പുറത്ത് വയ്ക്കുന്നു. ഒന്നിനും ഒരു ഇന്നലെ ആലോചിച്ച് വെച്ചില്ല നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നൊന്നും. ചെയ്യാൻ ഇനി എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ചില ആൾക്കാർ വന്നിട്ട് ഒരു ആ ഉറക്കത്തിന്റെ ക്ഷീണമൊക്കെ ആയിരിക്കാം ഒരു പക്ഷെ. ഒന്ന് ഈ പറഞ്ഞ പോലെ പ്രയറൊക്കെ ചെയ്ത് നല്ല രീതിയിൽ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ അതിന്റെ ഒരു ബുദ്ധിമുട്ട് വരില്ല. രാവിലെയൊക്കെ ജോലിക്കൊക്കെ പോകുന്നത് ചിലപ്പോൾ വന്നിട്ട് അവിടെ കിടന്ന് 2 വട്ടം കറങ്ങും. പിന്നെ ചിലപ്പോൾ ഫോൺ എടുത്ത് വെച്ച് നോക്കും. ചിലപ്പോൾ ഒരു മെസ്സേജ് നോക്കാനോ അല്ലെങ്കിൽ ടൈം നോക്കാനോ ഫോൺ എടുക്കും. പിന്നെ അത് കംപ്ലീറ്റ് കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ കുറെ സമയം പോകും. അങ്ങനെയൊക്കെ പലരും പല രീതിയിൽ ഇങ്ങനെ ടൈം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഈ ഡാർക്ക് ഡ്രോപ്സ് പോലെ പൊക്കോണ്ടിരിക്കുകയാണ്. പല ഭാഗത്തുമായിരിക്കും അത് പോകുന്നത്. ചിലപ്പോൾ ഒറ്റയടിക്ക് ഒരേ ദിവസം ഫുള്ള് കിടന്നുറങ്ങിയിട്ടല്ല സമയം കളയുന്നത്. ഇതുപോലെ ചില ചെറിയ കാര്യങ്ങൾ. അപ്പൊ അത് നമ്മൾ ഫസ്റ്റ് കണ്ടെത്തണം. നമുക്ക് എവിടെയൊക്കെയാണ് ടൈം വേസ്റ്റ് ആയി പോകുന്നത് നമ്മൾ ആദ്യം കണ്ടെത്തി എഴുതി വെക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് നോട്ട് ടു ഡു ലിസ്റ്റ് ആണ് തയ്യാറാക്കേണ്ടത്. അതായത് ഈ പറഞ്ഞ പോലെ റീൽസ് ഒക്കെ കണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഞാൻ ഫോൺ എടുക്കില്ല, കോൾ ചെയ്യാനല്ലാതെ ഫോൺ എടുക്കില്ല, ഇത്ര സമയം വരെ ഞാൻ അനാവശ്യമായി ഉറങ്ങാറില്ല. അതായത് രാവിലെ ഈ സമയത്തൊക്കെ ഉള്ള ഉറക്കം അല്ലേ, നിങ്ങളാരും അത് ചെയ്യില്ല, ചെയ്യുമെങ്കിൽ ഇങ്ങനെ വന്നിരിക്കൂലല്ലോ. അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങൾ എന്ത് ചെയ്യാം, ലിസ്റ്റ് ചെയ്യാം. നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ കുറെ ലിസ്റ്റ് ചെയ്യാം. ആവശ്യമില്ലാതെ തിങ്ക് ചെയ്തിരിക്കുന്ന അവസ്ഥ അല്ലെ, എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ തന്നെ നമ്മൾ അങ്ങ് ഡെസ്പായിട്ട് ഒന്നും ചെയ്യാനൊരു ഉഷാറില്ലാത്തൊരവസ്ഥ, ആലോചിച്ചിരിക്കുന്ന. ഇതൊന്നും എന്ത് ചെയ്യരുത്, ഇതെല്ലാം നോട്ട് ചെയ്തിട്ട് ഈ ടൈം എല്ലാം ഈ നോട്ട് ടു ഡു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ഇതൊന്നും ഞാൻ ചെയ്യില്ല എന്ന് എഴുതാം. ചെയ്യാനുള്ള കാര്യമല്ല, ഞാൻ ചെയ്യില്ല എന്നുള്ളത് കാര്യങ്ങൾ. ഓക്കെ, ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സമയം കിട്ടിയ സമയത്തിനകത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇനി എളുപ്പമാവും അല്ലെ, PPT തയ്യാറാക്കാനായാലും എല്ലാത്തിനും എനിക്ക് ഹെൽപ്പ് ആവും. അപ്പൊ അതിനുള്ള സംഭവം എല്ലാം ഞാൻ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കിട്ടിയ സമയത്തിനകത്ത്. അപ്പൊ നമുക്ക് കിട്ടുന്ന സമയം മാക്സിമം ഉപയോഗപ്പെടുത്തുക, ഈ ഡാർക്ക് ഡ്രോപ്സുകൾ കണ്ടെത്തുക. പിന്നെ ടൈം മാനേജ്മെന്റിന് കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ട് കേട്ടോ. ഈ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് നോട്ട് ടു ഡു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അത് നമ്മുടെ ഗ്രൂപ്പുകളിൽ അപ്ഡേറ്റ് ചെയ്യുക. അങ്ങനെ തുടങ്ങി കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം പിന്നെ പറയാം. നമുക്ക് ഈ ഒരു കാര്യത്തിൽ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് എല്ലാ പോയിന്റും കവർ ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പൊ ഈ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ കേട്ടുപോയ പഴം കഥകളല്ല ഇനി നമുക്ക് പറയാനുള്ളത്, അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻസ് ആണ്. അതായത് ഇപ്പോ ഇമ്പോർട്ടന്റ് നോട്ട് ഇമ്പോർട്ടന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിലേക്കൊക്കെ എത്തണമെങ്കിൽ തന്നെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. ഈ ഡാർക്ക് ഡ്രോപ്സ് കണ്ടെത്തുക, ടൈം കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ. ഓക്കെ, പിന്നെ വരുന്നത് ദ പവർ ഓഫ് ഹാബിറ്റ്. അതില് നിങ്ങളടുത്ത് കൂടുതൽ ഊന്നി പറയേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ എല്ലാവരും രാവിലെ വന്നിരിക്കുന്നുണ്ട്, ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്, മെഡിറ്റേഷൻസ് ചെയ്യുന്നുണ്ട് അല്ലെ, ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ ആ ഹാബിറ്റിന്റെ ഭാഗമാണ്. അപ്പൊ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നമുക്ക് വലിയ വിജയങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കും അല്ലേ. നിങ്ങൾ പറഞ്ഞു സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ വന്നത്. അപ്പൊ സമാധാനം തേടിയും സന്തോഷം തേടിയും വന്നവരാണ് നിങ്ങൾ അല്ലേ. അത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടണം. അപ്പൊ ഒരു ഹാബിറ്റ് ഫോം ചെയ്യാം. പിന്നെ ചില ആൾക്കാർക്ക് വെറുതെ റീൽസ് കണ്ടിരിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ റീൽസ് കാണൽ നിർത്തണ്ട, പക്ഷെ അറിവുള്ള റീൽസുകൾ കാണാം അല്ലെ.
നമ്മൾ എന്തിനാണ് വെറുതെ നമ്മുടെ സമയം കത്തിച്ച് കളഞ്ഞിട്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് അവർക്ക് വെറുതെ റീച്ച് കൂട്ടി കൊടുക്കുന്നത് അല്ലെ? ആ ടൈം വെച്ചിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാം. സത്യത്തിൽ പല വീട്ടമ്മമാര് കൂടുതൽ വീട്ടമ്മമാര് പലപ്പോഴും പറയുന്ന കുറെ കാര്യങ്ങള് ആ വീഡിയോ കണ്ടോ, ഈ വീഡിയോയിലെ ഡ്രസ്സ് കൊള്ളാം, അവരിട്ടിരുന്ന കണ്ടോ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാരുണ്ട് ഡ്രസ്സ് കാണാൻ വേണ്ടി മാത്രം ഫോൺ എടുക്കുന്നത്, ഡ്രസ്സിന്റെ വീഡിയോസ് കാണാൻ. എന്താണ് ഇത്രയ്ക്ക് ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത്യാവശ്യം ഡ്രസ്സൊക്കെ വാങ്ങി കൂട്ടുന്നവരാണ് എങ്കിലും അവർക്ക് അതിന്റെ പുറകെ അങ്ങ് പോവാണ്. ചിലർക്ക് ആഭരണങ്ങൾ കാണുന്നതായിരിക്കും ഇഷ്ടം. ചില കുട്ടികളുണ്ട് ഈ മീഷോ മറ്റേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ഡ്രസ് ഈ പർച്ചേസ് ചെയ്യുന്ന കുറച്ച് ആപ്പുകളൊക്കെ ഉണ്ടല്ലോ, ആമസോൺ പോലുള്ള. എന്റെ ഫോണിൽ ഇതൊന്നും ഇല്ല കേട്ടോ. ആമസോൺ ഇല്ല, പിന്നെ മീഷോ ഇല്ല, ഇതൊന്നും എന്റെ ഫോണിലില്ല. എന്റെ മക്കളെ എടുത്താലും എന്തെങ്കിലും അത്യാവശ്യത്തിന് അവര് പോയിട്ടൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കും എന്തെങ്കിലും ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ. എന്റെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോള് ഈ അടുത്ത് മീഷോയിലും ഇതിലൊക്കെ സെർച്ച് ചെയ്ത സംഭവം എന്താണെന്നറിയോ? ബുക്സ് ആണ്, വായിക്കാൻ പറ്റിയ സെൽഫ് ഹെൽപ്പ് ബുക്കുകളെ പറ്റിയാണ് അവള് സെർച്ച് ചെയ്തത്. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ മക്കളിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ മക്കളിൽ പ്രതിഫലിക്കും. നമ്മൾ അവരുടെ എന്താണ് റോൾ മോഡലാണ്. അപ്പൊ നമുക്കൊരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ ആ ഹാബിറ്റ് അവരും ഫോളോ ചെയ്യും. അത് മോശ ഹാബിറ്റ് ആണെങ്കിൽ അതായിരിക്കും, നല്ല ഹാബിറ്റ് ആണെങ്കിൽ അതും ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എന്ത് പ്രശ്നം വന്നാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മൾ തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അവർക്കൊരു റോൾ മോഡൽ ആവാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ തന്നെ നമ്മൾ പകുതി സക്സസിലേക്ക് എത്തിയെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ അല്ലേ? ഇത്രയും പറഞ്ഞത് ഓക്കെ അല്ലേ? ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ചോദിക്കാനുണ്ടോ എന്തെങ്കിലും? ഇല്ല, അടുത്ത പോയിന്റിലേക്ക് പോവാം. അടുത്തത് സെൽഫ് കോൺഫിഡന്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഈ സെൽഫ് കോൺഫിഡൻസ് എന്നൊക്കെ പറയുന്ന, കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനം പെട്ടെന്ന് നമുക്ക് കയറി വരില്ല. പലരും പല കഴിവുകൾ ഉള്ളതാണ്. യെസ്, ഓക്കെ, യെസ്, അണ്ടർസ്റ്റാൻഡ്, ഓക്കെ, താങ്ക് യു. അപ്പോ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധയെ കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്കിപ്പോ കോൺഫിഡൻസ് ലെവലൊന്നും തീരെ താഴ്ന്നു പോകുന്ന ആൾക്കാരൊന്നും അല്ല. ഈ മോർണിംഗ് വൈബൊക്കെ ഇതാക്കുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ഓട്ടോമാറ്റിക്കലി വരും, ഈ കോൺഫിഡന്റ് വരും. ഓക്കെ, കാരണം ഇന്ന് തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റും. ഇന്ന് നല്ലൊരു മോർണിംഗ് എനിക്ക് കിട്ടി, നല്ലൊരു പ്രഭാതത്തിൽ എനിക്ക് നല്ല ആരോഗ്യവാനായി എഴുന്നേക്കാൻ പറ്റി, ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യണം ദൈവത്തിന്. പിന്നെ അത് മുതൽ ഇങ്ങോട്ട് തുടങ്ങണം. അവിടെ തന്നെ നമുക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ കിട്ടി തുടങ്ങി. ഓക്കെ, പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റുക, അതിലേക്ക് തന്നെ നമുക്ക് കോൺഫിഡൻസ് വരും. പിന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കും. ഇപ്പൊ ഒരു വീട്ടമ്മയാണ്, എനിക്ക് ഒരു കഴിവുമില്ല എന്ന് പറയുന്ന പലരും ഉണ്ട്. പക്ഷെ ചോദിച്ച് വരുമ്പോഴത്തെ കുറേ സമയം അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർക്ക് പല കഴിവുകളും ഉണ്ടാവും. പക്ഷെ അവർക്കത് അറിയില്ല. ഇതൊക്കെ കഴിവുകളാണോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു സ്ത്രീ നന്നായിട്ട് കുക്ക് ചെയ്യും, അവരോട് അവര് ചോദിച്ചു, എനിക്ക് വേറെ ഒരു കഴിവുമില്ല, ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ 10ാം ക്ലാസ് തോറ്റുപോയി, എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞ് അവരടുത്ത് സംസാരിച്ച് വന്നപ്പോൾ അവര് നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ എന്തെങ്കിലും ഒരു ഫുഡ് കുക്ക് ചെയ്തിട്ട് അത് കടകളിൽ ഒന്ന് കൊടുത്തു നോക്കുമെന്ന് പറഞ്ഞു. അവരിപ്പോ ഈ ഉണ്ണിയപ്പം അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ കവറിലാക്കിയിട്ട് പാക്ക് ചെയ്തിട്ട് ഇങ്ങനെ സ്കൂട്ടി ഓടിക്കും. അപ്പൊ അതൊക്കെ തന്നെ ഒരു സ്കില്ലാണ്, ഒരു കഴിവാണ്, വണ്ടി ഓടിക്കുക. അപ്പൊ ഇവരെന്ത് ചെയ്തു, ഇത് കൊണ്ട് നടന്ന് ഇങ്ങനെ വിൽക്കാൻ തുടങ്ങി. 10 പൈസ കയ്യിൽ വന്നപ്പോൾ ഒരു കോൺഫിഡന്റ് വന്നു. അപ്പൊ വെറുതെ ഇരുന്നാൽ എനിക്കൊരു കഴിവില്ല, ഞാൻ 10ാം ക്ലാസ് തോറ്റു, ഞാൻ ഈ വീട്ടിൽ കിടന്ന് ജോലി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നാൽ ആർക്കെങ്കിലും കോൺഫിഡന്റ് വരുമോ? പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക, ആ പഠിച്ച കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക. അത് എന്തും ആവാം. പിന്നെ പിന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല റിലേഷൻഷിപ്സ് ഉണ്ടാക്കിയെടുക്കുക, അവിടെ നന്നായി നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുക. ഈ പറയുന്ന ഞാനൊന്നും 10ാം ക്ലാസ് വരെ അധികം ആരുടെ സംസാരിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ സ്കൂളിലൊക്കെ പ്രസംഗിക്കുമായിരുന്നു. അത് എൻ്റെ മദ്രസയിലെ അധ്യാപകനാണ് എന്നെ പ്രസംഗിക്കാൻ പഠിപ്പിച്ചത്. 3 വർഷം ഒരേ പ്രസംഗം കൊണ്ടുപോയിട്ട് പകുതി വഴിയിൽ വെച്ചിട്ട് സ്റ്റോപ്പായി പോയ ഒരാളാണ് ഞാൻ. മനസ്സിലായില്ലേ? എന്നിട്ട് എന്ത് ചെയ്തു, 4ാമത്തെ വർഷം, പക്ഷെ എനിക്ക് പ്രസംഗിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ആളുകളെ കാണുന്ന സമയത്ത് ഒരു പരിഭ്രാന്തി വന്നിട്ട് ഈ പഠിച്ച കാര്യങ്ങൾ മറന്നു. അവസാനം എൻ്റെ ഉസ്താദ്, കറക്റ്റ് മേഡം, ഓക്കെ, അപ്പൊ എൻ്റെ ഉസ്താദ് എനിക്ക് പറഞ്ഞു തന്നൊരു ഐഡിയ ആണ്,
നമ്മൾ ഉറങ്ങി കിടന്നിട്ട് ഇടയ്ക്ക് എഴുന്നേക്കുമല്ലോ. ഇടയ്ക്ക് എഴുന്നേക്കുന്ന സമയത്ത് ഒന്നും കൂടി നമ്മൾ മൂടി പൊതിച്ച് ഉറങ്ങുമല്ലോ. ആ മൂടി പൊതിച്ച് ഉറങ്ങുന്ന ടൈമിൽ ഇതൊന്ന് പറഞ്ഞു നോക്കണം എന്ന് പറയും. അതായത് നമ്മൾ ചില ആൾക്കാർ ഒറ്റ ഉറക്കം ഉറങ്ങും, കാരണം ക്ഷീണം കൊണ്ടായിരിക്കാം. അപ്പൊ നോക്കുമ്പോൾ ശരിയാണ്, ഇടയ്ക്ക് ഉണരുന്നുണ്ട്. അപ്പോൾ ഈ ഉസ്താദ് 2-3 ദിവസം ഇതേ സഭാകമ്പം അതുണ്ടായിരുന്ന ആളാണ് ഞാൻ. ഈ പ്രസംഗം ഇങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ട് എന്ത് ചെയ്തു, ഒരു ഉറക്കം ഉറങ്ങി ജസ്റ്റ് ഒന്ന് എഴുന്നേക്കുന്ന സമയത്ത് ഞാനിത് വീണ്ടും പറയാൻ തുടങ്ങിയപ്പോൾ ഓക്കെയാണ്, പറ്റുന്നുണ്ട്. ഇത് കുട്ടികളുടെ മുന്നിൽ പോയി നിന്ന് പറയുന്ന സമയത്ത് നമുക്ക് സ്റ്റേജിൽ പറയുന്നതിന് മുമ്പേ കുട്ടികളുടെ മുമ്പിൽ നമ്മളെ കൊണ്ടൊന്ന് പറയിപ്പിച്ചപ്പോൾ നല്ല ഫ്ലോ ഉണ്ട്, പറയാൻ പറ്റുന്നുണ്ട്. ആ വർഷം എനിക്ക് സെക്കൻഡ് കിട്ടി. 4ാമത്തെ വർഷം എനിക്ക് സെക്കൻഡ് കിട്ടി. 3 വർഷം ഒരേ പ്രസംഗം കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്തെത്തുമ്പോൾ സ്റ്റക്കായി പോകും, വീണ്ടും എടുത്തു പറയും, അവിടെ എത്തുമ്പോൾ സ്റ്റക്കായി പോകും. എന്നിട്ട് എന്ത് ചെയ്തു, 4ാമത്തെ വർഷം സെക്കൻഡ് കിട്ടി, 5ാമത്തെ വർഷം ഫസ്റ്റ് കിട്ടി. പക്ഷെ അപ്പോഴും ആൾക്കാരുമായിട്ട് അധികം അങ്ങനെ മിങ്കിൾ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളായിട്ട് മിണ്ടും, അങ്ങനെയൊക്കെ ഉള്ളു. പിന്നെ ഞാൻ അവിടെ മുതലാണ്, പിന്നെ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് TTCക്ക് പ്രീ പ്രൈമറി TTCക്ക് പോയി. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, പ്രീ പ്രൈമറി TTCക്ക് പോയ സമയത്ത് ഞാൻ ഇതുപോലെ TTCക്ക് പോയ സമയത്ത് ഇതുപോലെ ആ സമയത്ത് സംസാരിക്കാൻ തുടങ്ങി കുട്ടികളുമായിട്ട്. ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയ സമയത്ത് ഇവിടെ ബാറ്ററി ലോ ആയപ്പോഴത്തേക്ക് അതിന്റെ സൗണ്ട് കേട്ടതാണ്. അപ്പോ ഇങ്ങനെ കുട്ടികളായിട്ടൊക്കെ സംസാരിച്ചു. പിന്നെ ഡിഗ്രിക്ക് TTCക്ക് പോയ സമയത്ത് അവിടെ ക്ലാസ്സിൽ അത്യാവശ്യം സംസാരിക്കണമല്ലോ. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്ന ഒരു ടീച്ചറിന് അത്യാവശ്യം വേണ്ടുന്ന ഒരു സംഭവമാണ്. അങ്ങനെയാണ് കൂടുതൽ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാനും സംസാരിക്കാനും തുടങ്ങിയത്. അപ്പൊ അന്ന് സഭയിൽ 3 പ്രാവശ്യം ആ ഒരു സ്റ്റേജിൽ സ്റ്റക്കായ ആളാണ് ഇന്ന് കമ്മ്യൂണിക്കേഷൻ കോച്ചായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോ തോൽവിയിലും നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് വേണം, കമ്മ്യൂണിക്കേഷൻ വേണം. ഇനി അടുത്തത് പറയുന്നത് ഫെയിലുവർ ഈസ് പാർട്ട് ഓഫ് സക്സസ്. ഓക്കെ, അതായത് പല പ്രാവശ്യം ഫെയിലായ ഒരാളാണ് ഞാൻ. പക്ഷെ ആ ഫെയിലിൽ നിന്നൊക്കെ ഞാൻ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് വന്നു. അവിടെ നിന്ന് സക്സസിലേക്ക് എത്തി. പൂർണ്ണമായി സക്സസിലേക്ക് എത്തിയോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇനിയും അച്ചീവ് ചെയ്യാൻ കുറെ സംഭവങ്ങളുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്യണം. എനിക്കൊരു ക്ലിയർ ആയിട്ട് ഒരു ഗോൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചാൽ ഒരു 500 പേരെങ്കിലും ട്രാൻസ്ഫോം ചെയ്യിക്കണം ഈ ഒരു വർഷം എന്നാണ് ഞാൻ എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നെത്തിയത്. അപ്പൊ നമ്മൾ ഈ ഗോൾ എഴുതി വെക്കുന്ന സമയത്ത് നമ്മൾ ചുറ്റാകെ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊന്നും അറിയില്ല. നമുക്ക് സ്ട്രെസ് അടിച്ചിരിക്കാനൊന്നും ഒരു സമയം കിട്ടൂല. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഓരോ പരിപാടികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ സമാധാനം ഇല്ലാതെ നമുക്ക് അലയേണ്ടി വരില്ല. കാരണം നമുക്ക് അവിടെ സമാധാനം നമ്മൾ തേടുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ഇറങ്ങിത്തിരിക്കണം. നമ്മുടെ ഉള്ളിലൊരു ത്വരയാണ് ഈ വിജയിക്കണം. കാരണം നമ്മളെ ഒരു നിധിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കണം. ആ നിധി നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെ ഇടയ്ക്ക് വണ്ടി ബ്രേക്ക് ഡൗൺ ആവും, എങ്കിലും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ടയർ പഞ്ചറാവും, അവിടെ വെച്ച് നമ്മൾ അത് ശരിയാക്കുന്നു, കറക്റ്റ് റൂട്ട് മാപ്പ് നോക്കുന്നു, പോകുന്നു, നിധി കയ്യിലെടുക്കുന്നു, ഇല്ലേ? നിധി കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് സക്സസ് ആയി നമുക്ക് സന്തോഷമാവുള്ളൂ. അപ്പൊ ആ നിധിയിലേക്ക് പോകുന്ന സമയം പല ഫെയിലുവറും ഉണ്ടാവും, പല പ്രശ്നങ്ങളും ഉണ്ടാവും, പലയിടത്തും നമ്മൾ സ്റ്റക്കാവും, അല്ലെ? ആ സ്റ്റക്കിൽ നിന്നൊക്കെയാണ് ഞാനും ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നത്. അപ്പൊ നിങ്ങൾക്കും അതിനൊക്കെ സാധിക്കും. ഓക്കെ, സാധിക്കണം. പിന്നെ അപ്പൊ ഈ ഓരോ പരാജയത്തിൽ നിന്നും നമ്മൾ ചില ആൾക്കാർ പറയും, ഞാൻ തോറ്റാണ് ഇവിടം വരെ എത്തിയത് എന്ന് പറയുമ്പോൾ, അപ്പൊ തോറ്റാലും ജയിക്കാം അല്ലേ അവസാനം എന്ന് വിചാരിക്കും. അങ്ങനെ തോറ്റെന്ന് പറഞ്ഞുകൊണ്ട് ജയിക്കൂല. ആ തോൽവിയിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളണം. ആ തോൽവിയിൽ നിന്ന് എവിടെയൊക്കെയാണ് എനിക്ക് പിഴച്ചു പോയത്, എവിടെയൊക്കെയാണ് എന്റെ ചുവടുകൾ ഇടറിപ്പോയത്, എന്റെ കാലിടറിപ്പോയത് എന്ന് ചിന്തിച്ച് അതിന്റെ വരും വരായികളെ കുറിച്ച് നമ്മൾ സ്വയം മനസ്സിലാക്കി മുന്നോട്ട് പോവാം. അല്ലാതെ തോറ്റു പോകുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞിരുന്നാൽ അവിടെ ഇരിക്കാനേ പറ്റുള്ളൂ, അല്ലേ? അപ്പൊ അവിടെ നിന്ന് നമ്മളൊരു ജമ്പ് ചെയ്യാന്നുള്ളതാണ്. ആ ജമ്പ് ചെയ്യാനുള്ള ഊർജം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ ഒരുപാട് നമുക്ക് ലൈഫ് ലോങ് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കണം.
ഓക്കെ, ഞാൻ കമ്മ്യൂണിക്കേഷൻ കോച്ചാണെന്ന് പറഞ്ഞല്ലോ, എന്നും കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു കടല് പോലെ ഇങ്ങനെ കിടക്കുകയാണ്. പഠിക്കുന്തോറും കൂടുതൽ കൂടുതൽ കാര്യം, നമ്മൾ വിചാരിച്ചതോ അറിഞ്ഞതൊന്നും അല്ല കമ്മ്യൂണിക്കേഷൻ. അതായത് രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുന്നതോ രണ്ടിൽ കൂടുതൽ വ്യക്തികൾ സംസാരിക്കുന്നത്, ആശയവിനിമയം കൈമാറുന്നത് ഒക്കെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് കുറേ സംഭവങ്ങളുണ്ട്. ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, ഒരു സഭയിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് വേണം. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇപ്പൊ തന്നെ ഞാനൊക്കെ ഒരുപാട് ബഹുമാനത്തോടെ കാണുന്ന ഒരാളാണ് അലക്സാണ്ടർ ജേക്കബ്, നിങ്ങൾക്ക് അറിയായിരിക്കും, DGP. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഒരു കുട്ടി എന്തോ ഒരു യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറഞ്ഞ കാര്യം, അവസാനം ആ കുട്ടി ആ യൂണിവേഴ്സിറ്റിയിലേക്ക് തന്നെ കത്തയച്ചുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞത് ശരിയല്ല എന്ന് ആ വാദം പൊളിച്ചു കാണിച്ചു ആ കുട്ടി. അപ്പോ നമ്മുടെ പിള്ളേരൊക്കെ എക്സ്പേർട്ട് ആണെന്നുള്ളതിന്റെ ഉദാഹരണങ്ങളാണ്. അപ്പോ ഇവിടെ നമ്മൾ ഒരു കാര്യം പറയുന്ന സമയത്ത് അതിന് ലോജിക്ക് വേണം, അതിന് ക്ലിയർ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് വേണം. എവിടെയെങ്കിലും പോയി സെർച്ച് ചെയ്താൽ അത് ഉണ്ടാവണം. അത് അല്ലാതെ എനിക്ക് ഇവിടെ വന്നിരുന്ന് തോന്നിയിട്ട് ഞാൻ ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര ലേഡീസ് ഇന്ന അസുഖം പിടിച്ച് മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊന്നും നമുക്ക് പറയാനുള്ള അവകാശം നമുക്കില്ല. ഒരു സദസ്സിൽ വന്നിരുന്നിട്ട് നമ്മൾ പറയണേ നമ്മുടെ കയ്യിൽ ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് വേണം. പിന്നെ ചില ആൾക്കാർ ചില കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഈ പൊട്ടത്തരം പറയുകയും ചെയ്യും, പറഞ്ഞിട്ട് അതിൽ പിടിച്ചു നിൽക്കുകയും ചെയ്യും. അതിനാണ് ഡോഗ്മാറ്റിസം എന്ന് പറയുന്നത്. അതായത് ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പ്, അത് നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ എന്നുള്ളൊരിത്. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ തന്നെ പഠിക്കുന്നതിന് കുറെ ഇങ്ങനെ തുറസായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ഡിബേറ്റ് നടത്തുമ്പോൾ, ഒരു ചാനൽ ചർച്ച നടത്തുമ്പോൾ എന്തൊക്കെ പറയരുത്, എന്തൊക്കെ പറയണം എന്നുള്ളത് നമ്മൾ പഠിക്കണം. പക്ഷേ ഇന്നത്തെ ചാനൽ ചർച്ച തുറന്നാൽ എന്ത് പറയരുത് എന്നുള്ളതായിരിക്കും അവിടെ കൂടുതൽ പറയുന്നത്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഫെയിലുവറിനുള്ള മെയിൻ കാരണങ്ങൾ. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എംപവർ ചെയ്യുക, പഠിക്കുക, അത് നമ്മൾ റെഡി ആക്കുക എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്കില്ല് കൂടുതലായിട്ട് അപ്ഡേറ്റ് ചെയ്തേണ്ടതായിട്ടുണ്ട്. ജോലിയിലൊക്കെ പ്രൊമോഷൻ ഒക്കെ കിട്ടണമെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും സ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ക്രിയേറ്റ് യുവർ സക്സസ് പ്ലാൻ. നമുക്കൊരു പ്ലാൻ വേണം. ഗോൾ ഉണ്ട്, എല്ലാം ഉണ്ട്, ഓക്കെ ഉണ്ട്, പക്ഷെ ഒരു പ്ലാനും ഇല്ല, ഒന്നുമില്ല. ഇത് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഈ പ്ലാൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ചെയ്യാനുള്ളത് ഒരു അവറിൽ നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാം, ഒരു ദിവസം ഒരു സിംഗിൾ ഡേയിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ എഴുതി തയ്യാറാക്കി 1 മണിക്കൂർ നമ്മൾ അതിനുവേണ്ടി ഇരിക്കണം. പിന്നെ ഓരോ സിംഗിൾ ഡേയിൽ ലാസ്റ്റ് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഒന്നുകൂടി അതിനൊന്ന് അവലോകനം ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ പ്ലാൻ വീക്കിലി നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അതായത് അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം, ഏറ്റവും ലാസ്റ്റ് ദിവസം, ഒന്നുകിൽ ഞായറാഴ്ച രാത്രിയിൽ നമുക്ക് ഇന്ന് എന്തൊക്കെ ചെയ്തു, ഇന്നൊക്കെ അപ്ഡേഷൻസ് നമ്മൾ എഴുതി വെക്കുക. ഇനി നെക്സ്റ്റ് പ്ലാൻ എന്താണെന്നുള്ളത് ഓരോ ക്ലിയർ ആയിട്ട് എഴുതി വെക്കുക. പിന്നെ അത് മന്ത്ലി അതിനെ ഏതെങ്കിലും ഒരു മാസം ലാസ്റ്റിൽ ഒരു ദിവസം അത് ക്ലിയർ ചെയ്യാം. ഇപ്പോ അങ്ങനെ ക്ലിയർ ചെയ്ത് പോകുന്ന സമയത്ത് ഓരോ മന്തിലും ചെയ്യുമ്പോൾ നമുക്കതിന് എന്ത് ചെയ്യും, ആ പ്ലാൻ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. എവിടെയൊക്കെയാണോ നമുക്ക് പാളിപ്പോയത് അവിടെയെല്ലാം അതിന് ക്ലിയർ ആയിട്ട് നമ്മുടെ കയ്യിൽ ഒരു ഡയറി വേണം, എഴുതി വെക്കാനുള്ള ഒരു സംഭവങ്ങൾ വേണം, എല്ലാം വേണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ പ്ലാൻ അപ്ഡേറ്റ് ചെയ്ത് മുന്നോട്ട് വരാം. നമുക്കൊന്നുമില്ല, വെറുതെ വന്നിരുന്ന് ക്ലാസ്സും കേട്ട് വെറുതെ അങ്ങ് പോവുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് വിജയിക്കാൻ പറ്റില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ പ്ലാൻ വേണം, ഗോൾ വേണം, നമ്മളെ ടൈം മാനേജ് ചെയ്യണം. ഇതെല്ലാം കൂടെ കറക്റ്റ് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് സക്സസിലേക്ക് എത്താൻ പറ്റും. പിന്നെ ഈ പ്ലാൻ ഇയർലി, ഒരു വർഷത്തിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് വരുമ്പോൾ അപ്പോഴത്തന്നെ ഇത്രയും ഞാൻ വളർന്നു കഴിഞ്ഞു എന്ന് നമുക്കൊരു തോന്നൽ വരും. ഞാനൊരു 3000 രൂപ കൊടുത്തിട്ട്, ഒരു 3500 രൂപ കൊടുത്തിട്ട് ഞാനൊരു ട്രെയിനർ കോഴ്സ് പാസ്സായതാണ്. ഇന്ന് എനിക്ക് അത്യാവശ്യം നല്ല പൈസ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ മുടക്കിയ പൈസ വെറും 3500 രൂപ. മന്ത്ലി ഇപ്പൊ നല്ല രീതിയിൽ ഞാൻ ക്യാഷ് ഉണ്ടാക്കുന്നു. എന്റെ ഏരിയ എന്ന് പറയുന്നത് തന്നെ കമ്മ്യൂണിക്കേഷൻ അല്ലായിരുന്നു, ഈ ഹാബിറ്റ് മാസ്റ്ററി ആയിരുന്നു, സക്സസ് ഫോം ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരുന്നു. പിന്നീടാണ് എപ്പോഴൊക്കെയോ എന്റെ കഴിവുകൾ എന്റെ തന്നെ മെന്റർ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ കോച്ചായിട്ട് വർക്ക് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ഈ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. പഠിച്ചപ്പോഴാണ് മനസ്സിലായത്, ഇത് ഇത്രയൊക്കെ ഉണ്ട്, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് ചിന്തിക്കാൻ തുടങ്ങിയത്. പിന്നെ ഇപ്പൊ പ്രാക്ടീസിന്റെ ആവശ്യം വലുതായിട്ട് വരുന്നില്ല. അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നതുകൊണ്ട് തന്നെ കോണ്ടന്റുകൾ എടുക്കുന്നു. ഇപ്പൊ കൂടുതലും ഈ ടെഡ് ടോക്സ് അതുപോലുള്ള കൂടുതൽ വലിയ ആൾക്കാരുടെ കോഴ്സുകളൊക്കെ പോയിട്ട് നോക്കിയിട്ട് വന്നിട്ട് ജസ്റ്റ് ഞാൻ തന്നെ സ്വന്തമായിട്ട് എഴുതി തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്, ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് അത്രയും സ്കില്ല് ഉണ്ടാക്കിയെടുത്തത് 7 വർഷം കൊണ്ടാണ്.
അപ്പൊ ഇതിന്റെ പിന്നില് ഒരുപാട് ശരിക്കും ഒറ്റപ്പെട്ട് കരഞ്ഞ നിമിഷങ്ങളുണ്ട്. ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ നിമിഷങ്ങളുണ്ട്. കാരണം എനിക്ക് വിജയിക്കണം എന്നുള്ളത് എന്റെ മാത്രം ആവശ്യമാണ്. എനിക്ക് ഇങ്ങനെയൊക്കെ എത്തിക്കണം എന്നുള്ളത് എന്റെ മാത്രം ആവശ്യമാണ്. ഹസ്ബൻഡ് നോക്കുമ്പോൾ അദ്ദേഹം എനിക്കെല്ലാം കൊണ്ട് തരുന്നുണ്ട്. വസ്ത്രമുണ്ട്, ഭക്ഷണമുണ്ട്, അല്ലെ, നല്ലൊരു വീടുണ്ട്, മക്കളുണ്ട്. അദ്ദേഹത്തിന്റെ കണ്ണിൽ എനിക്ക് ഒന്നിന്റെ ആവശ്യമില്ല. പക്ഷെ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ഏരിയയിലേക്ക് എനിക്ക് പോവേണ്ടതായിട്ടുണ്ട്. അപ്പൊ പലപ്പോഴും അങ്ങനെ ഇരുന്ന് കരഞ്ഞ നിമിഷങ്ങളുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ പറയുന്നത്, നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ചെയ്തോ എന്ന് പറഞ്ഞിട്ടുണ്ട്. നീ അവസാനം നീ ഇരുന്ന് സങ്കടപ്പെടരുത്, നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ചെയ്തോ. പക്ഷെ അദ്ദേഹം ഹെൽപ്പ് ചെയ്തിരുന്നുവെങ്കിൽ ഒരിക്കലും എനിക്ക് ഇന്ന് ഈ കാണുന്ന ഒരു രീതിയിലേക്ക് വരാൻ പറ്റില്ല. അപ്പോ താങ്ങാൻ ആളുണ്ടെങ്കിലേ ക്ഷീണം ഉണ്ടാവുള്ളൂ എന്നൊരു ആപ്തവാക്യം നമ്മുടെ മൈൻഡിൽ വേണം. നമുക്ക് താങ്ങാൻ ആരും വേണ്ട, നമുക്ക് ക്ഷീണവും ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഒറ്റയ്ക്ക് പടവെട്ടി വരിക, എന്നിട്ട് വിളിച്ചു പറയാം ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണെന്നൊക്കെ. ഒറ്റയ്ക്കൊന്നും വഴിവെട്ടി വരാൻ പറ്റില്ല. ഇത് ഈ പറഞ്ഞ പോലെ ഒരു സമൂഹം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റൂ. അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ സംഭവം പഠിപ്പിക്കുക. ഇപ്പൊ നല്ല രീതിയിൽ നാം സംസാരിക്കുന്നു. യെസ്, അതെ അതെ, സത്യം. ഫസ്റ്റ് ക്ലാസ് ഒക്കെ കാണുമ്പോ എനിക്ക് തന്നെ ചിരി വരും. പോയിരുന്നിട്ട് ആളുകൾ ഇങ്ങനെ വീഡിയോ ഓൺ ആക്കുമ്പോഴേ എനിക്ക് പേടി. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാം, എന്റെ മുഖം മാത്രം എടുത്ത് ഞാൻ നോക്കിയിട്ട് എന്റെ മുഖത്ത് നോക്കി ഞാൻ സംസാരിക്കും. അങ്ങനെയൊക്കെയായിരുന്നു എന്റെ ഫസ്റ്റ് ക്ലാസ് ഒക്കെ. ഇപ്പൊ ഞാൻ എന്റെ സ്ക്രീനിൽ ആരെയൊക്കെ കാണുന്നത്, ജി സാറിനെ കാണുന്നുണ്ട്, അനിത മാം, അഷ്റഫ് സാറ്, സലാഹുദ്ദീൻ സാറ്, മുനീർ സാർ, അങ്ങനെ മൈമൂനത്ത് മാം, സാജിദ, സമീർ, പിന്നെ സഹീർ സാറ്, അവരൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പൊ എല്ലാവരും മുഖത്ത് നോക്കി തന്നെയാണ് സംസാരിക്കുന്നത്. പിന്നെ ഓഡിയൻസ്, ലൈവ് ഓഡിയൻസിന്റെ അടുത്തായാലും വട്ടം കറങ്ങി അവിടെ കംപ്ലീറ്റ് യൂട്ടിലൈസ് ചെയ്ത് സംസാരിക്കാനുള്ള, അതായത് ആദ്യമൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോയാലും നിൽക്കുന്നിടത്തൊന്നും അനങ്ങൂല, കാരണം പേടിച്ചിട്ട്. അങ്ങനെയൊക്കെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടാ. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായത് ഈ പറഞ്ഞതുപോലെ ഈ പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഞാൻ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് ഇറങ്ങാം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. എനിക്കും കമ്മ്യൂണിറ്റി സ്കില്ല് പഠിക്കാൻ താല്പര്യമുണ്ട്. ഓക്കെ, ഇൻഷാല്ലാ. അപ്പോ ഇതൊക്കെയാണ് അവസ്ഥ. പിന്നെ കമ്മ്യൂണിക്കേഷൻ കോച്ചിങ്ങിലൂടെ ഒരുപാട് ആൾക്കാരെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോ എന്റെ കോച്ചിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഒരു ഡോക്ടർ നീതു. അവർക്ക് സംസാരിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ അവർക്കൊരു ക്ലിനിക്ക് തുടങ്ങണം. പക്ഷെ സംസാരിക്കാൻ അവർക്ക് പേടി. സംസാരിക്കാൻ പേടി കൊണ്ട് അവരെന്ത് ചെയ്തു, ആ ക്ലിനിക്ക് എന്നുള്ള ഒരു സംഭവം ഉപേക്ഷിച്ചു. അപ്പൊ നമ്മൾ എന്തിനാ നിങ്ങൾ പോയി സംസാരിക്കാൻ, ആങ്കർ വെച്ചാൽ പോരെ? കയ്യിൽ അത്യാവശ്യം ക്യാഷ് ഉണ്ട്, ഹസ്ബൻഡ് നല്ല ഇതാണ്, സപ്പോർട്ടാണ്, ഒരു കുഴപ്പമില്ല, ചെയ്യാം. പക്ഷേ എല്ലാ രീതിയിലും പൈസ ഉണ്ട്, ഡോക്ടറാണ്, കഴിവുണ്ട്, എല്ലാ സംഭവം ഉണ്ട്. പക്ഷെ സംസാരിക്കാനുള്ള ഒരു സ്കില്ല് ഇല്ലാത്തതിന്റെ ഒരു പേടി കൊണ്ട് അവർ ആ ഒരു ശ്രമം ഉപേക്ഷിച്ചു. 2 മാസത്തെ ക്ലാസ് ഞാൻ കൊടുത്തു. ലാസ്റ്റിൽ ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു നാപ്കിൻ കമ്പനിയിൽ, ലേഡീസിന്. അവിടെ ബിസിനസ് അല്ല, ഞാൻ അവർക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നു, അവർക്ക് എല്ലാ മേഖലയിലും. കാരണം അവർ ബിസിനസ് കുറച്ച് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് സമസ്ത മേഖലയിൽ അവർക്ക് ക്ലാസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് സാലറി പോലെ കിട്ടുന്നുണ്ട്. അതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്. അപ്പോൾ അവർക്ക് ക്ലാസ് കൊടുത്താണ് ഞാൻ കുറെ കൂടി ഡെവലപ്പ് ആയത്. അപ്പൊ ഈ ലേഡീസിന് ഇവിടെ ക്ലാസ്സുകൾ കൊടുക്കും നമ്മള്. പിങ്ക് ജോബ് എന്ന് നിങ്ങൾ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. പിങ്ക് ജോബ് ഫെയർ വിങ്സിന്റെ കമ്പനിയാണ്, ലേഡീസ് യൂസ് ചെയ്യുന്ന നാപ്കിന്റെ കമ്പനി. അപ്പൊ അവിടെ നമ്മൾ എല്ലാ ചൊവ്വാഴ്ചകളിലും ക്ലാസ്സുകൾ കൊടുക്കും. അതായത് ലേഡീസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അസുഖങ്ങളെ കുറിച്ച് ഇപ്പം അവര് ക്ലാസ് എടുത്തു. ആ ഡോക്ടർ സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് ക്ലിനിക്ക് എന്നുള്ള സ്വപ്നം ഉപേക്ഷിച്ച വ്യക്തിയാണ്. അവരെന്ത് ചെയ്തു, അനീമിയ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് എടുത്തു. പക്ഷെ അതിന്റെ വീഡിയോ ഇല്ല. അടുത്ത് നെക്സ്റ്റ് ചൊവ്വാഴ്ച അവരാണ് ക്ലാസ് എടുക്കുന്നത്. അത് അവര് പറഞ്ഞത് ഏത് ടോപ്പിക്കായിരുന്നു, വുമൻസ് ഹെൽത്ത് ഫോർ യോഗ എന്നെന്തോ, യോഗയെ കുറിച്ചാണ് അവർ ക്ലാസ് എടുക്കുന്നത്. ഒരു ആയുർവേദ ഡോക്ടറാണ് അവർ. അപ്പോൾ അവര് ക്ലാസ് എടുക്കാനുള്ള ഒരു എബിലിറ്റി അവർക്ക് കൊണ്ടുവന്നെത്തിച്ചു. അതെങ്ങനെയാണ് പെട്ടെന്ന് കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിക്കുകയല്ല ചെയ്തത്. ആദ്യം പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ ഫീഡ്ബാക്ക് പറയാം. ഇപ്പൊ നിങ്ങൾ ഇതിൽ സംസാരിക്കാൻ പേടിയുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ടൈപ്പ് ചെയ്യാതെ മാക്സിമം നിങ്ങൾ ക്ലാസ്സുകൾ ഇനിയും വരുമല്ലോ, നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്ത് സംസാരിക്കാം. മൈക്ക് ഓപ്പൺ ചെയ്ത് സംസാരിക്കാം.
അങ്ങനെ സംസാരിച്ച് വരുമ്പോ ഈ പേടി അങ്ങ് മാറും, അറപ്പ് അങ്ങ് മാറും. സഭയിൽ കുറെ ആൾക്കാർ കൂടിയിരിക്കുന്നിടത്ത് സംസാരിക്കാനുള്ള ഒരു പേടി മാറും. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവർ പലരും പരസ്പരം അറിയാത്തവരായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇതിൽ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾ സ്കില്ല് വർദ്ധിപ്പിച്ച് എടുക്കാൻ പറ്റും. പിന്നെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും ചെറിയൊരു ഓഡിയൻസിന്റെ മുന്നിലെങ്കിലും എത്തിക്കാൻ നോക്കുക. അത്രയൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അതിൽ വലിയ സംഭവമൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഭയമൊക്കെ ഉള്ളിൽ ഉണ്ടായിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന് ചെറിയ ചെറിയ തെറാപ്പികളൊക്കെ ചെയ്യേണ്ടി വരും. അതിനൊക്കെ സാറിന്റെ EFT തന്നെ ചെയ്താൽ വളരെ ഉപകാരപ്പെടുന്നത്. ഷാഫ് സാറിന് EFT ഒക്കെ കൊടുക്കുന്നില്ലേ, അതിലേക്കൊക്കെ വന്നാൽ തന്നെ ആ ഒരു പേടിയൊക്കെ മാറിക്കിട്ടും. അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്, സക്സസിലേക്ക് എത്താനുള്ള കുറച്ച് സ്റ്റെപ്സ്. ഓക്കെ, അപ്പൊ ഈ സ്റ്റെപ്സ് നിങ്ങൾ ഇന്ന് മുതലേ തന്നെ ഇത് എഴുതി വെക്കുക, ഗോൾ എഴുതി വെക്കുക, അതിലേക്ക് വഴിവെട്ടുക. വഴിവെട്ടുന്ന സമയത്ത് പല തടസ്സങ്ങൾ ഉണ്ടാവും, പാറകൾ കാണും, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ കാണും. അതെല്ലാം പല മെഷീനും നമ്മുടെ കയ്യിൽ വേണ്ടി വരും ഇതൊക്കെ ഈ പാറ പൊട്ടിച്ചൊക്കെ മുന്നോട്ട് പോവാൻ, അല്ലേ? ദുർഘടം പിടിച്ച വഴിയിലൂടെയൊക്കെ നമുക്ക് സഞ്ചരിക്കേണ്ടി വരും. പക്ഷെ മനസ്സ് കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും, ലാസ്റ്റില് പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും. സംയമനം പാലിക്കുക, നമുക്ക് നമ്മളെ ഉള്ളൂ എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. എന്തായാലും ക്ലാസ്സിനെ പറ്റിയുള്ള ഒരു ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക് ആർക്ക് പറയാം? സുബിൽ സംസാരിക്കുന്നുണ്ടോ? മൈക്ക് എല്ലാം മൈക്ക് നല്ല ക്ലാസ് ആയിരുന്നു. നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളൊരു ബോധം ഉണ്ടായിട്ടുണ്ട്. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലതും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ ഒന്നിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. അവിടെയാണ് വിഷയം. അവിടെയാണ് മൾട്ടി ടാസ്കിങ് ഒഴിവാക്കുക. സഹീർ, ഞാൻ പറയട്ടെ, സഹീർ പല കാര്യങ്ങളും ചെയ്യുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞു. നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കഴിവുകളെ മാത്രം ഒരു ബുക്കിൽ എഴുതുക, കഴിവുകൾ മാത്രം എഴുതുക, നിങ്ങളുടെ വീക്ക്നെസ് മറ്റൊരു പേജിൽ എഴുതുക. എന്നിട്ട് ആ കഴിവുകളെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം ചെയ്യുന്നതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്, എന്ത് ചെയ്താൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ളതിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോവാം. അത് ചിലപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും, ചിലപ്പോൾ നമ്മൾ പലയിടത്തും നമ്മൾ കളിയാക്കപ്പെടാം. കളിയാക്കലൊക്കെ ഇപ്പൊ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ആ കളിയാക്കലൊക്കെയാണ് നമ്മളെ ഇവിടെ കൊണ്ടെത്തി. ഇപ്പോഴും എന്റെ ആൾക്കാർക്ക്, എന്റെ ബന്ധുക്കൾക്ക് ആർക്കും അറിയില്ല ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്ററൊക്കെ അയച്ചു കൊടുത്തപ്പോ നീ വലിയ ആളായി പോയോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതൊക്കെ കേൾക്കുമ്പോ ഭയങ്കരമായിട്ട്, അതായത് ആദ്യമൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര നമ്മളൊന്നും അല്ലല്ലോ. എനിക്ക് ഇപ്പോ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് കളിയാക്കുമ്പോൾ ഒരിക്കലും വിഷമിക്കരുത്. നമുക്ക് വരുന്ന വീഴ്ചകളെല്ലാം എന്താണ്, നമ്മളെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള സംഭവങ്ങളാണ്. ജീവിതത്തിൽ സുബിൽ, എനിക്ക് വലിയ വലിയ വീഴ്ചകളാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഇപ്പോ ഞാൻ അതിലൊക്കെ ഓവർകം ചെയ്യാണ് എന്റേതായ രീതിക്ക്. ഞാൻ ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ലോകത്തെ 195 രാജ്യത്ത് സഞ്ചരിക്കുക എന്നുള്ളതാണ് ആഗ്രഹം. അതിന് വലിയൊരു പൈസ ആവശ്യമുണ്ട്. അതിന് ഞാൻ പണം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ്. നിങ്ങൾ പോകുന്ന യാത്രകളൊക്കെ തന്നെ നിങ്ങൾ യൂട്യൂബിലൊക്കെ ഇടുക, യൂട്യൂബിലൊക്കെ ഇവർക്കൊക്കെ അയച്ചു കൊടുക്കുക, എനിക്ക് അയക്കാം. ഓക്കെ, ഇപ്പൊ ഓൾറെഡി 5 രാജ്യം കംപ്ലീറ്റ് ആയി. ഇനി ബാക്കിയുള്ള 190 ബാക്കി. ഇപ്പൊ ഇതൊക്കെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ടോ? വല്ല യൂട്യൂബ് ചാനൽ വീഡിയോ ആക്കിയും ചെയ്യാറില്ല. ഞാൻ പോകുന്നു, ഞാൻ അവിടെ കാണുന്നു, അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നു, അടുത്ത രാജ്യങ്ങൾ അടുത്ത കാര്യങ്ങളൊക്കെ പഠിക്കുന്നു, പിന്നെ തിരിച്ചു പോകുന്നു. അത് നിങ്ങൾ മാത്രം കണ്ടാ മതിയാ? നിങ്ങൾ കാണും, നമുക്കൊന്നും പോകാൻ പറ്റുന്നില്ല, നമുക്ക് കാണണ്ടേ രാജ്യങ്ങൾ? അപ്പൊ നിങ്ങൾ കാണുന്നത് വീഡിയോ എടുത്ത് നമുക്ക് അയക്കുക. ഓക്കെ, ഞാൻ ശ്രമിക്കാം. അത് പറയും, നമ്മളൊരു കാര്യം ചെയ്യുമ്പോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടണം. നമ്മൾ സക്സസ് പോകുമ്പോ ആ സക്സസിന്റെ മറ പിടിച്ച് കൂടെ നടക്കാൻ കുറെ ആൾക്കാർ വേണം, നമ്മുടെ നിഴല് പിടിച്ച് വരാൻ കുറച്ച് ആൾക്കാർ വേണം. നമുക്കൊന്നും വലിയ രാജ്യങ്ങളിലേക്കൊന്നും പോകാൻ ഒന്നാമത് ആരോഗ്യമില്ല. അവിടെ തണുത്ത രാജ്യങ്ങളെ പോയി തണുത്തിറങ്ങി ചാവും. അപ്പോ പിന്നെ ചൂട് സഹിക്കാൻ പറ്റില്ല. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യാ, സഹീർ സാർ എന്ത് ചെയ്യാ, വീഡിയോസ് പിടിക്കുക, ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ, അതിൽ നിന്ന് നിങ്ങൾക്ക് ക്യാഷ് കിട്ടും. ഈ യാത്രകളും വ്ളോഗുകളും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ ഈ വ്ളോഗുകളൊക്കെ ചെയ്യുമ്പോൾ ഇന്ന് ഞാൻ കണ്ട മനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞ് കുറെ തോട്ടിൽ പോയിട്ട് അവിടെ ഇറങ്ങി കുറെ വെള്ളം, അതൊന്നും അല്ല പിടിക്കാണ്. ആ രാജ്യത്ത്, ഏത് രാജ്യത്താണോ പോണെന്ന് ആ രാജ്യത്തിന്റെ സംസ്കാരം, അവിടുത്തെ ഭക്ഷണ രീതി, അവിടുത്തെ ഈ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം, അതുപോലെ അവിടെ കാണാൻ പറ്റിയ ചരിത്ര സംഭവങ്ങള്, ഇത് എല്ലാം
എവിടെയൊക്കെയാണ് 195 രാജ്യങ്ങൾ? ഓക്കെ, അതൊക്കെ വീഡിയോയിൽ വരും, നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോ ഈ സംഭവങ്ങളെല്ലാം കൂടി കോർത്തിണക്കിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യാം. ആ, പോയ യാത്രകളുടെ പണം എവിടെ നിന്ന് കണ്ടെത്തി? കണ്ട ക്വസ്റ്റ്യൻ വരണ കണ്ട, നമുക്ക് ആവശ്യക്കാർ ഇവിടെ തന്നെ ഉണ്ട്. അതെ അതെ, ഞാനത് വിദേശത്ത് തന്നെ പോയിട്ട് അവിടെ ജോലി ചെയ്തിട്ട് അവിടെ കറങ്ങാണ് ചെയ്തത്. ഇപ്പൊ 2 വർഷമൊക്കെ ഒരു സ്ഥലത്ത് കോൺട്രാക്ട് എടുക്കും, അവിടെ ജോലി ചെയ്യും, അവിടെ കറങ്ങും. അപ്പൊ ഓൾറെഡി ഇപ്പൊ 7 വർഷം അതിനായിട്ട് ഉപയോഗിച്ചു. ആ, പിന്നെന്താ വേണ്ടത്? ഇതൊക്കെ തന്നെ ഒരു അച്ചീവ്മെന്റ് ഉള്ളൂ. അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇരിക്കുന്നവരെന്ന് നിസ്സാരക്കാരല്ലെന്ന് ആദ്യം ഞാൻ പറഞ്ഞു. അപ്പോ അത് എന്ത് ചെയ്യാം, മറ്റുള്ളവർക്കും കൂടി പ്രചോദനമാവാം. നിങ്ങളുടെ യാത്രകള് അതുപോലെ ഈ വ്ളോഗുകളൊക്കെ ചെയ്യുമ്പോൾ ഒരാൾ ചെയ്യുന്നുണ്ട്, കഥ പറയാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തുടങ്ങുന്നുണ്ട്. ആ രാജ്യത്തിന്റെ സംസ്കാരങ്ങള്, അവിടുത്തെ ഫുഡ്, അവിടുത്തെ പഴവർഗ്ഗങ്ങള്, അവിടുത്തെ ക്ലൈമറ്റ് എല്ലാം പറയുന്നുണ്ട്. അത് ഞാൻ കാണുന്നുണ്ട്. കാരണം ഒരുപാട് പഠിക്കാനുണ്ട് നമുക്ക്. ഈ ലോകം ചുറ്റി സഞ്ചരിക്കുന്നവർക്ക് നോളജ് ഒരുപാട് ഉണ്ടാവും. പിന്നെ സുബിൽ സാർ എന്തോ പറഞ്ഞു, പക്ഷേ മൈക്ക് ഓഫ് ആക്കിയത് കൊണ്ട് ഞാനൊന്നും കേട്ടില്ല. സംസാരിക്കും, വേറെ ആൾ സംസാരിക്കും. അപ്പൊ അവരെ അവസരം നമ്മൾ എടുക്കരുതല്ലോ, അതുകൊണ്ടാണ്. എനിക്ക് പറയാവുന്നില്ല, എന്റെ ഫസ്റ്റ് മീറ്റിംഗ് ആണ് ഇത്. സൂമില് ഫസ്റ്റ് ക്ലാസ് ആണ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് നല്ല പോസിറ്റീവ് വൈബ് തോന്നി നിങ്ങളുടെ സംസാരത്തില്. നമുക്കൊരു അട്രാക്ഷൻ, കേൾക്കാനുള്ള ഒരു ത്വരയുണ്ട്. താങ്ക് യു. അതുപോലെ പറഞ്ഞല്ലോ ഇപ്പൊ 195 രാജ്യങ്ങൾ എയിമുണ്ടെന്ന്. എനിക്ക് കേട്ടപ്പോ അവര് അൺമാരീഡ് ആണെന്ന് തോന്നുന്നു, മാരീഡ് ആയിരിക്കില്ല. കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് പല ചെയ്യണമെന്നറിയില്ല. ഞാൻ തന്നെ കേട്ടപ്പോ ഇതൊക്കെ തന്നെ അത്രയും ചെയ്തത് തന്നെ ഒരു അച്ചീവ്മെന്റ് ആണ്. ഓക്കെ മാം, എങ്ങനെയാ വെച്ചാല് വീട്ടിൽ നല്ല കാശുണ്ട്, അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച്. എന്താണ് സുബി സാർ? ഫുള്ളായി, മൈക്ക് ഓഫ് ആയി. ഓക്കെ, ഞാൻ പറയുന്നത് വീട്ടിൽ നല്ല കാശ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളും കാര്യമൊന്നുമില്ല. 15 വർഷമായിട്ട് വിദേശത്ത് വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ അതില് 11ാമത്തെ വർഷം ഞാൻ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പോ എനിക്ക് കാശിന് ആവശ്യം വന്നു, ബാക്കി കാര്യങ്ങള്. അപ്പോഴാണ് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാന്നുള്ളത്. ഇപ്പൊ ഒരു വീട് വെച്ചു, ഒരു കൊച്ചായി, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. കുറച്ച് സമാധാനം, ബാക്കിയുള്ള നിങ്ങൾ പറഞ്ഞ പോലെ എന്തെങ്കിലും കൂടുതൽ അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിന് വേണ്ടിയിട്ട് ക്ലാസ്സിന് വന്നു, അത്രേ ഉള്ളൂ. ഹലോ മാം. താങ്ക് യു സുബിൽ. അടുത്ത മാമിന്റെ ക്ലാസ് വളരെ യൂസ്ഫുൾ ആയിരുന്നു. എടുത്തു പറയാൻ പറ്റിയൊരു കാര്യം എന്ന് വെച്ചാൽ മാമിന്റെ അവതരണ ശൈലി വ്യത്യസ്തമായിരുന്നു. ഓക്കെ, താങ്ക് യു. തിരുവനന്തപുരത്ത് എവിടെയാണ് വീട്? എന്താ പറയാ, നമ്മൾ കേൾക്കുന്നത് തന്നെ വലിയ വലിയ ആൾക്കാരെ കാര്യങ്ങളാകുമ്പോൾ നമ്മളെ പോലുള്ള ഒരാൾക്കും ഇങ്ങനൊക്കെ ഇതിലൂടെ ഒക്കെ നമുക്ക് മാറി ചിന്തിക്കാനും മാറാൻ പറ്റുമെന്ന് തോന്നുന്ന രീതിയിലായിരുന്നു മാമിന്റെ ഇന്നത്തെ ക്ലാസ്. മാറാൻ പറ്റും. സീറോയിൽ നിന്ന് വന്ന ആളാണ്. അതാണ് ആ ഒരു തോട്ടാണ് മെയിൻ ആയിട്ട് ഇതിൽ നിന്നും നമുക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യാൻ പറ്റും. നമുക്കൊക്കെ ഒരുപാട് കഴിവുകൾ ഉണ്ടെങ്കിലും നമ്മൾ അതൊന്നും തിരിച്ചറിയാതെ പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഈ കൂടുതൽ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ നമുക്കും പലതും ചെയ്യാൻ പറ്റുന്നതാണ് മാമിന്റെ ഇന്നത്തെ ക്ലാസ്സിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ ഈ ഫീഡ്ബാക്ക് ആണ് എന്റെ ഇന്ധനം. ഇന്നത്തെ ദിവസം എനിക്ക് ഇനി വേറെ ഒന്നും. ഹലോ മാം, നല്ല പ്രസന്റേഷൻ ആയിരുന്നു. നല്ല മോർണിംഗ് സെക്ഷൻ, നല്ലൊരു ഇഫക്റ്റീവായി. മറ്റൊരു വ്യക്തി പറഞ്ഞ പോലെ ജോർജ് കുളങ്ങരയുടെ സഞ്ചാരം കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ വീഡിയോ ചെയ്യാൻ പറ്റും. അപ്പൊ പല രാജ്യങ്ങൾ സഞ്ചരിക്കുന്ന വ്യക്തികൾ സ്വന്തമായി ഒരു ബ്ലോഗ് ഇട്ടാക്കി അദ്ദേഹത്തിന് ഒരു വരുമാന മാർഗമാവും. പിന്നെ കഴിവുകൾ ഇതുവരെ തിരിച്ച് കണ്ടെത്തിയിട്ടില്ല. കയ്യിലിരിക്കുന്ന മാണിക്യം, ഈ കസ്തൂരിമാൻ എന്താ പറയല്ലേ, കയ്യിലിരിക്കുന്ന വജ്രത്തിനെ നമ്മൾ കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം. അയാൾക്ക് നല്ലപോലെ കഴിവുകളുണ്ട്, നല്ല രാജ്യങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്. അതിന്റെ ബ്ലോഗ് ഇട്ടാൽ തന്നെ നല്ലൊരു വരുമാനമാകും. മാം, നല്ല ക്ലാസ് ആയിരുന്നു. എനിക്ക് അയച്ചു തരണം. ഞാൻ നെടുമങ്ങാട് എവിടെയാന്ന് ചോദിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് എവിടെയാന്ന് ചോദിക്കുന്നത്. തിരുവനന്തപുരം നെടുമങ്ങാട് തൊളിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. തിരുവനന്തപുരംകാരുണ്ടെങ്കിൽ ഈ വഴിയൊന്നും വരണ്ട, ഞാൻ പാവം ജീവിച്ചു പോയിക്കോട്ടെ. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. ഓക്കെ മാം. പേര് കണ്ടില്ല, ആരാന്ന് മുഖം കണ്ടില്ല. ഞാൻ അനിത മാം.
അനിത മാം. ഓക്കെ കറക്റ്റ് കോണ്ടാക്ട് നമ്പർ തരുന്നു. സോറി, സാറിന്റെ അടുത്ത് ചോദിച്ചു നോക്കൂട്ടാ. സാറ് തരുന്നെങ്കിൽ വാങ്ങിച്ചോളൂ. നമുക്ക് തരാനുള്ള ഓപ്ഷൻ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. അപ്പോ നമുക്ക് ഒരു അവസരം തന്നത് തന്നെ വളരെയധികം സന്തോഷം. അപ്പൊ പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് നമ്പറൊക്കെ തന്നെ ഞാൻ നിങ്ങളെങ്ങനെ പിടിച്ചോണ്ട് പോയാലും ശരിയാവും. സാറിനോട് ചോദിക്കട്ടാ. പിന്നെ നമ്മുടെ ക്ലാസ്സിന്റെ ഫീഡ്ബാക്കുകളൊക്കെ നിങ്ങൾ ഗ്രൂപ്പിലേക്ക് അയക്കുക. ഗ്രൂപ്പിലൊന്നും ഞാനില്ല, നിങ്ങൾ ഗ്രൂപ്പിലേക്ക് അയക്കുക ഇന്നത്തെ ക്ലാസ്സിന്റെ സെഷൻ. അപ്പൊ നല്ല ക്ലാസ് ആയിരുന്നു, അടിപൊളി ക്ലാസ് ആയിരുന്നു എന്നൊന്നും അവിടെ പോയിട്ട് പറയരുത്. പകരം നിങ്ങൾക്ക് ഇന്ന് എന്തൊക്കെ കിട്ടി, എന്തൊക്കെ പോയിന്റുകളാണ് പറഞ്ഞത്, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി, അങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങൾ അവിടെ പോയിട്ട് ക്ലാസ് എടുക്കുക. ഇന്ന് കിട്ടിയ സാധനങ്ങളെല്ലാം കൂടി നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു ക്ലാസ് എടുക്കുക എല്ലാവരും. അപ്പൊ ഇവിടെ ക്ലാസ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്തെന്നറിയാം? ഇന്നത്തെ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്. രണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ മെമ്മറി പവർ വീണ്ടും നിങ്ങൾ ഓർത്തെടുത്ത് പറയുകയാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്താനുള്ള കഴിവ്. അപ്പൊ ഇങ്ങനെ കുറെ സംഭവങ്ങൾ നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിൽ ഒരു വോയിസ് വിടുന്നതിലൂടെ കിട്ടും. ജസ്റ്റ് നിങ്ങൾ നല്ല ക്ലാസ് ആയിരുന്നു, സൂപ്പർ ക്ലാസ് ആയിരുന്നു എന്ന് പറഞ്ഞ് എഴുതി വിട്ടിട്ട് പോകരുത്. ഈ കേട്ട പോയിന്റ്സ് എല്ലാം അവിടെ പോയിട്ട് പറയുന്ന സമയത്ത് ഈ പറഞ്ഞ കഴിവുകളൊക്കെ പതിയെ നിങ്ങളുടെ ഉണ്ടായി വരും. ഓക്കെ, മെമ്മറി കപ്പാസിറ്റി കൂട്ടാൻ പറ്റും. എന്തായിരുന്നു അവർ പറഞ്ഞത്? ചില ആൾക്കാർ ഇങ്ങോട്ട് വന്നിരിക്കും, ക്ലാസ് കേൾക്കും, പിന്നെ എന്താ അവിടെ സംഭവിച്ചത് ഒന്നും ഒരു ഓർമ്മയില്ല എന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കാണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ എഴുതിയെടുത്ത പോയിന്റുകളും മനസ്സിലായതും ഒക്കെ അവിടെ പോയിട്ട് ക്ലാസ് എടുക്കുന്ന പോലെ ഒരു വോയിസ് അങ്ങോട്ട് അയച്ചു കൊടുക്കുക. ഓക്കെ, അവിടെ തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അവിടെ. ഓക്കെ, ഇനി എന്തെങ്കിലും പറയണോ? വൈൻഡപ്പ് ചെയ്യാമോ? ഇന്ന് അടിപൊളി ഒരു ബിരിയാണി കഴിച്ച ഫീല് രാവിലെ 7:25. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്തൂടെ? ഹലോ മാഡം, ഷൈനിയാണ്. ഹലോ ഒരാൾ ഞാൻ ഷൈനിയാണ് കോതമംഗലത്തുനിന്ന്. മാഡത്തിന്റെ ഒരു ട്രെയിനിങ്, ഏതൊരു ട്രെയിനറുടെ സ്വന്തം അനുഭവത്തിൽ എന്ന് പറയുന്നത് എല്ലാവർക്കും കൂടുതൽ അത് ഉൾക്കൊള്ളാനും സാധിക്കും. മാഡത്തിന്റെ ആ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഇതിൽ വരുന്ന കോൺഫിഡൻസ് ഇല്ലാതിരുന്നാലും എന്റെ സ്വന്തം അനുഭവത്തിൽ എല്ലാവർക്കും കൂടുതൽ ഉപകാരപ്രദം ആയിട്ടുണ്ട്. എനിക്കും അങ്ങനെ ഒരു പ്രശ്നമുള്ള ആളായിരുന്നു. ഞാനിങ്ങനെ സംസാരിച്ചതെല്ലാം തോന്നുന്നു. ഒരുപാട് നന്ദി. താങ്ക് യു. ഓക്കെ. കോണ്ടാക്ട് നമ്പർ നിങ്ങൾ സാറിനോട് ചോദിച്ചോളൂ കേട്ടോ. മാം പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പഠിക്കാൻ, അതിനെ പറ്റി വല്ല ഡീറ്റെയിൽസും പറയാൻ പറ്റുമോ? എങ്ങനെയാണ് എന്താന്നുള്ളത്? എന്ത് സ്കില്ല്? എന്താണ് സ്കിൽ എന്ന് പറഞ്ഞില്ലായിരുന്നോ? നമ്മൾ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാന്നുള്ളതും ബാക്കിയുള്ളതിനെ പറ്റി പഠിക്കാന്നുള്ളത് പറഞ്ഞില്ലായിരുന്നോ? അതിന്റെ ഡീറ്റെയിൽസ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പഠിക്കാന്ന് പറഞ്ഞാൽ അത് ഒരു പല ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മൈക്ക് ഓഫ് ചെയ്യണം, മറ്റുള്ളവർ മൈക്ക് ഓഫ് ചെയ്യണേ. നേരത്തെ പറഞ്ഞ മാം പറഞ്ഞത് എനിക്ക് ക്ലിയർ ആയിട്ടില്ല. എന്തായാലും ആ ഫീഡ്ബാക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ശരത് സാറിനെയോ ഇല്ലെങ്കിൽ സുനു മാമിനെയോ നിങ്ങൾ ഫീഡ്ബാക്ക് അയച്ചു കൊടുത്തിട്ട് അത് എനിക്ക് അയച്ചു തരാൻ പറയാം. ഞാൻ എനിക്ക് കേൾക്കാൻ പറ്റിയില്ല, വല്ലാത്തൊരു സൗണ്ട് വന്നതുകൊണ്ട് എനിക്കൊന്നും കേൾക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ നിങ്ങൾ വോയിസ് അയച്ചു കൊടുത്തിട്ട് എനിക്ക് അയച്ചു തരാൻ പറഞ്ഞാൽ മതി. പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് പല സ്ഥാപനങ്ങളും കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ നല്ലത് അടിപൊളി എന്ന് പറഞ്ഞ് പോയി ചേരും. പക്ഷെ അവർ ഇതുപോലെ കുറെ ക്ലാസ്സുകൾ തരും. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ബോഡി ലാംഗ്വേജ് അടിപൊളിയാക്കണം, അങ്ങനെ ആക്കണം, എങ്ങനെ ആക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അവിടെ നമുക്ക് സംസാരിക്കാനുള്ള ഒരു വേദി കിട്ടൂല. നമ്മൾ കുറെ കേൾക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് തുറന്ന് സംസാരിക്കാനുള്ള സ്കില്ലില്ല. പിന്നെ ഫസ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത് ഒരു ലൈബ്രറിയിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബുക്ക് എടുക്കുക, അവിടെ ഒരു മെമ്പർഷിപ്പ് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റിലുള്ള ബുക്ക് വാങ്ങിക്കുക. ബുക്ക് വാങ്ങിച്ചതിന് ശേഷം ഉറക്കെ വായിക്കുക. ഉറക്കെ വായിക്കാൻ ചില ആൾക്കാർക്ക് കഴിയില്ല, അവർക്ക് മൗന വായനയാണ് എപ്പോഴും ഇൻട്രസ്റ്റിംഗ്. ഈ ഉറക്ക വായനയിലൂടെ നമുക്ക് മെമ്മറി കപ്പാസിറ്റി കൂട്ടാൻ പറ്റും. നമുക്ക് സംസാര സ്കില്ല് ഡെവലപ്പ് ചെയ്യാം. അതായത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് വാക്കുകൾ വരും. മൈക്ക് ഓഫ് ചെയ്യണേ, ആരുടെയും മൈക്ക് ഓൺ ആണ്. അപ്പോൾ അത് നമുക്ക് കിട്ടും.
പിന്നെ മെമ്മറി കപ്പാസിറ്റി നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. മൗന വായനയെക്കാളും ഉറക്ക വായിക്കുന്നവരിലാണ് കൂടുതൽ സ്കില്ല്, ഈ അൽഷിമേഷ്യസ് പോലുള്ള രോഗങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള പഠനങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഒരു നോട്ട്സ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അത് ഞാൻ കുറച്ച് തപ്പി എടുക്കണം. ഇംഗ്ലീഷിന്റെ ഒരു നോട്ട്സ് ആണ്. അപ്പൊ അത് ഉറക്കെ വായിക്കുക എന്നുള്ളതാണ്. ആദ്യം നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പോവുക, ഒരു ലൈബ്രറിയിൽ പോവുക, ഒരു മെമ്പർഷിപ്പ് എടുക്കുക, ബുക്ക് എടുക്കുക, വരിക, ഉറക്കെ വായിക്കുക. ഉറക്കെ വായിക്കുക. ഉറക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മൈൻഡിലോട്ട് കയറൂല. വീണ്ടും ആ പാരഗ്രാഫ് വീണ്ടും വായിക്കുക, എന്നിട്ട് അത് അടച്ചു വെക്കുക. എന്താണ് ഞാൻ അവിടെ വായിച്ചത് എന്നുള്ളത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ സംസാരിക്കുക. അത് പിന്നെ ഈ പഠിച്ച കാര്യം തന്നെ നമ്മൾ ഒരു വീഡിയോ എടുക്കുക. ഇന്നലെ ഞാൻ ഒരു വീഡിയോ അയച്ചല്ലോ, അത് ഞാൻ നിങ്ങൾ ഗ്രൂപ്പിൽ വന്നതാണ്. അത് ഞാൻ ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കിയിട്ട് എൻ്റെ ഫോണിലാണ് എടുക്കുക. നിങ്ങളെ ഫോണിന്റെ ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കുക, ഇവിടെ വെക്കുക, എടുക്കുക, സംസാരിക്കുക. സംസാരിച്ചതിന് ശേഷം നിങ്ങൾ അത് ഫുള്ളായിട്ട് ഒന്ന് വാച്ച് ചെയ്യുക. വാച്ച് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ അതിന്റെ സൗണ്ട് ഫുള്ളായിട്ട് കുറച്ചിട്ട് ആദ്യം മൊത്തത്തിൽ സൗണ്ടും അതുപോലെ നിങ്ങൾ ബോഡി ലാംഗ്വേജ് കണ്ടും കേട്ടും നിങ്ങളത് മനസ്സിലാക്കുക, സ്വന്തം വീഡിയോ. അതിനുശേഷം അതിന് സൗണ്ട് ഓഫ് ചെയ്യുക. സൗണ്ട് ഓഫ് ചെയ്തിട്ട് കേൾക്കുക. അപ്പൊ ഈ പൊട്ടങ്കളി പോലെ പലതും കാണും. അപ്പൊ അവിടെ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, ബോഡി മൂവ്മെന്റ് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ബോഡി മൂവ്മെന്റ്, നിങ്ങളുടെ ലിപ്സിന്റെ ആ ഒരു ഇതും നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, സൗണ്ട് കൂട്ടിയിട്ട് വീഡിയോ കാണാണ്ട് ചെവിയിൽ വെച്ച് കേൾക്കുക. അപ്പോൾ നിങ്ങളുടെ സംസാരത്തിൽ എന്തെങ്കിലും പിഴവുകൾ ഉണ്ടോ എന്ന്, നിങ്ങൾക്ക് സ്റ്റക്ക് വരുന്നത് എവിടെയാണ്, എന്തൊക്കെ വാക്കുകളാണ് മറന്നു പോകുന്നത്, എല്ലാം നിങ്ങൾ പഠിക്കാം. അപ്പോൾ നിങ്ങളുടെ ബോഡി മൂവ്മെന്റ് ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്ക്, ഈ വീഡിയോസ് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡി ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ. പിന്നെ നമ്മൾ ഒരു സദസ്സിന്റെ മുന്നിൽ ആദ്യം ഇരുന്നു കൊണ്ട് ഇത്ര ഭാഗം മാത്രം കാണത്തക്ക രീതിയിൽ വീഡിയോ എടുക്കുക. പിന്നെ നിന്നുകൊണ്ട് വീഡിയോ ചെയ്യുക. പിന്നെ ആരുടെയും ഹെൽപ്പോട് കൂടി നിന്നുകൊണ്ട് വീഡിയോ ചെയ്യുക, സംസാരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, മാക്സിമം ഇത് വായന വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഒരു ദിവസം തന്നെ 2-3 വോയിസ് ഇങ്ങനെ ചെയ്യുക. അത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് 2 മാസം ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. പിന്നെ കൂടുതൽ പഠിക്കുക, കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക. പഠിക്കുന്ന കാര്യങ്ങൾ വീട്ടിലുള്ളവർക്ക് തന്നെ പറഞ്ഞു കൊടുക്കുക. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഒരു ഇപ്പൊ സ്കൂളിൽ മീറ്റിങ്ങിന് പോകുമ്പോൾ ബാക്കിൽ പോയി പതുങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെയൊന്നും ചെയ്യരുത്. എവിടെ പോയാലും ഫ്രണ്ട് സീറ്റ് പിടിക്കുക. നിങ്ങളുടെ അഭിപ്രായം തെറ്റോ ശരിയോ കളിയാക്കുക എന്തോ, അതൊന്നും ഒരു ഉളുപ്പും മാനോ ഇല്ലെങ്കിൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഫ്രണ്ടിൽ പോയി ഇരിക്കുക. ഫ്രണ്ടിൽ പോയി ഇരുന്നിട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തായാലും വെട്ടി തുറന്ന് പറയുക. മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാനും പാടില്ല. അങ്ങനെയുണ്ട് കേട്ടോ. കണ്ണാടിയിൽ നോക്കി സംസാരിക്കാമല്ലോ മാഡം. അത് ഓക്കെ, കണ്ണാടിയിൽ നോക്കി സംസാരിക്കാം. പക്ഷെ ഞാൻ മിറർ പ്രാക്ടീസ് ചെയ്യുന്നില്ല. എനിക്ക് മിറർ പ്രാക്ടീസിനോട് വലിയ കമ്പമില്ല. എന്താന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല, പലരും പല സ്വഭാവക്കാരല്ലേ. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ഇതാണുള്ളത്. മിറർ പ്രാക്ടീസ് നല്ലതാണ്, അത് നല്ലതാണെന്ന് പറയുന്നുണ്ട്, പലരും ചെയ്യുന്നുണ്ട്, ചെയ്ത് സക്സസ് ആവുന്നുണ്ട്. പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി പറയാൻ, നമ്മൾ ചെയ്യാത്ത കാര്യം നമ്മൾ പറഞ്ഞ് വെറുതെ ഇപ്പൊ ഓരോരുത്തർ പറയുന്ന കേട്ടിട്ട് വേണമെങ്കിൽ എനിക്ക് പറയാം. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ പറയുന്നതാണ് എപ്പോഴും ബെറ്റർ. മിറർ പ്രാക്ടീസ് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ചെയ്യണ്ടെന്ന് പറയുന്നില്ല, അത് ചെയ്ത് സക്സസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ അത് ചെയ്തിട്ടില്ല, അത് ചെയ്ത് ഞാൻ സക്സസ് ആയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി പറയാനും അറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും നിങ്ങൾ എൻ്റെ ക്ലാസ് ഇതുവരെ കേട്ടിരുന്നു, നല്ല ഫീഡ്ബാക്ക് തന്നു. എനിക്ക് ഇന്നത്തേക്കുള്ള ഊർജ്ജമായി. താങ്ക് യു വെരി മച്ച്. ഇനി ആരെന്നെ എന്ത് പറഞ്ഞാലും ഇന്ന് എനിക്കത് ഒന്നും എനിക്ക് വില പോവില്ല. അപ്പൊ ഇന്ന് നല്ലൊരു മോർണിംഗ് കിട്ടി. ഫസ്റ്റ് ഷാഫി ഇൻസ്പയറിന്, അതുപോലെ തന്നെ ആ ഒരു ടീമിനോടും നിങ്ങൾ ഓരോരുത്തരോടും പ്രത്യേകം താങ്ക്സ്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു താങ്ക് യു മാം.